കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റ് ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് ഒരു 7 കൊലപാതകങ്ങൾ നടത്തിയ റിപ്പർ നാസറിന്റെ ആ കാലഘട്ടത്തിൽ 1/4 നൂറ്റാണ്ട് മുമ്പ് 25 വർഷം മുമ്പ് മലയോരത്തെ ഞെട്ടിച്ച സ്ത്രീകളെ വകവരുത്തി അവരെ ബലാത്സംഗം ചെയ്ത് അവരെ കൊലപ്പെടുത്തി അവരുടെ ആഭരണങ്ങൾ കവരുന്ന റിപ്പർ നാസർ എന്ന കൊടും ക്രിമിനലിന് തലശ്ശേരി കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ആ റിപ്പർ നാസറിന്റെ ക്രൂരകൃത്യങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് ഇന്നത്തെ ചർച്ച ഷീറ്റിൽ. അതിന് നമ്മോടൊപ്പം ചേരുന്നത് ആ കാലഘട്ടത്തിലെ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന സരേഷ് കുമാറാണ്. അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡർ ആയിരിക്കുമ്പോഴാണ് ഒരു കവർച്ചാ കേസിൽ ഇയാൾ പിടിയിലായി നിയമത്തിന് മുന്നിൽ വരുന്നത്. അപ്പോൾ നമുക്ക് റിപ്പർ നാസറിന്റെ ആ ക്രൂരനായ കൊലപാതകിയുടെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും സരേഷ് കുമാറിനും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. സരേഷ് വക്കീലെ, ഈ ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനെയുള്ള ഭീകരന്മാർ ഇന്ന് തുടർച്ചയായി 7 കൊലപാതകം നടത്തിയിട്ട് ഒരുത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു മലയോരത്തിന്റെ ഉറക്കം കെടുത്തിയ ഒരു റിപ്പർ, അദ്ദേഹം 7 പേരെ സ്ത്രീകളെ കൊല്ലുന്നു. ആ കഥ, ആ ഫയൽ താങ്കളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഈ ഫയൽ താങ്കളുടെ മുന്നിലേക്ക് എത്തുന്ന, ആദ്യം ഈ ഫയൽ താങ്കളുടെ മുന്നിൽ എത്തുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലിംഗ്? 7 കൊലപാതകമാണല്ലോ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ കേസിനകത്ത് ഇദ്ദേഹത്തിന് യഥാർത്ഥത്തില് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കാസർഗോഡ് വെച്ചിട്ടൊരു തെഫ്റ്റ് കേസാണ്. ഒരു 16 വയസ്സുകാരന്റെ മാല പൊട്ടിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ കേസിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹം ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു എന്നും ഈ ഇരിക്കൂർ പേരാവൂർ മേഖലയിലുള്ള കുറേ കോറികളിൽ, കരിങ്കൽ കോറികളിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. അവിടെ നിന്ന് പിന്നീട് എന്താ വെച്ചാൽ എന്തോ ഒരു ഇൻസിഡന്റ് പേരിൽ ഇയാൾ ഇങ്ങോട്ട് മാറി എന്നൊരു ഹിന്റ് പോലീസിന് കിട്ടുകയാണ്. ഇരിക്കൂർ മേഖലയിലുള്ള കോറികളില് ലോറിയിലെ ഡ്രൈവറായി പ്രവർത്തിക്കുന്നു. പിന്നീട് കാസർഗോഡ് സ്വദേശിയാണ്. തിരിച്ച് കാസർഗോഡേക്ക് വരികയാണ്. അപ്പൊ അയാളുടെ ബാക്ക് ഹിസ്റ്ററി പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ മർഡർ, ഒരു കൊലപാതക പരമ്പരകൾ ഇയാൾ നടത്തി എന്നത് പോലീസിന് ബോധ്യപ്പെടുന്നത്. ഈ 7 കൊലപാതകങ്ങൾ, അതായത് മേരി ഉൾപ്പെടെ, മേരി, ലീലാമ്മ തുടങ്ങിയ 7 സ്ത്രീകളെ, ആ 7 സ്ത്രീകളും ഈ 16 വയസ്സുകാരന്റെ മാല പൊട്ടിക്കുന്ന ഇയാളുടെ വീടിന്റെ അടുത്ത് തന്നെയാണോ അതോ ദൂരമാണോ? അല്ല, ദൂരെ സ്ഥലത്ത് വെച്ചാൽ. അങ്ങനെ അയാൾ പിടിക്കപ്പെട്ടു. പിടിക്കപ്പെടുന്ന വെച്ചാൽ ഈ കുട്ടി കൊടുത്ത ഐഡന്റിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇയാളെ പോലീസ് ചെയ്ത് അറസ്റ്റ് ചെയ്യാണ്. മാല പൊട്ടിച്ച് ഇയാൾ രക്ഷപ്പെട്ടതിന് ശേഷം പിന്നെ ഈ കുട്ടി കൊടുത്ത ഐഡന്റിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇയാളെ പോലീസ് വയസ്സുകാരൻ നൽകിയ ഇൻഫർമേഷൻ ഐഡന്റിഫിക്കേഷൻ കാസർഗോഡ് പോലീസാണ്. ഓഫീസർ ഓർമ്മയില്ല. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായിരുന്നു പിടിച്ചത്. അവനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാള് നേരത്തെ എന്താ വെച്ചാൽ ഈ ഭാഗത്ത് ഈ ഇരിക്കൂർ പേരാവൂർ മേഖലയിലാണ് വർക്ക് ചെയ്തതെന്നും അവിടെ എന്താ വെച്ചാൽ ലോറി ഡ്രൈവറായിരുന്നു എന്നും മനസ്സിലാക്കി. അങ്ങനെ ആ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇതേ സ്വഭാവമുള്ള തെഫ്റ്റ് കേസുകൾ, അതായത് സ്വർണ്ണമാലയാണ് ഇയാളുടെ വീക്ക്നെസ്. അപ്പോൾ സ്വർണ്ണമാല കളവുകയും അതോടൊപ്പം ചില സ്ത്രീകളെ മർഡർ ചെയ്യപ്പെടുകയും ചെയ്തു, മിസ്സാവുകയും ചെയ്തു എന്നൊരു വിവരം കിട്ടുകയാണ്. ഈ 16 ഇയാൾ ഉപദ്രവിച്ചിട്ടില്ല. ഇല്ല, മാല പൊട്ടിച്ച് സ്നാച്ച് ചെയ്ത് പോയി. ബാക്കിയെല്ലാം സ്ത്രീകളെ കൊണ്ടുപോയിട്ടുണ്ട്, റേപ്പ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കേസ് ഏതായിരുന്നു? ഫസ്റ്റ് കേസ് ഒരു ലീലാമ്മ എന്ന് പറഞ്ഞിട്ട് ഈ പേരാവൂര് ഒരു കോറിയിൽ, കരിങ്കൽ കോറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയെ കൊണ്ടുപോയി, ആ സ്ത്രീയുടെ തിരോധാനമാണ്. ഈ 7 സ്ത്രീകൾ എന്ന് വെച്ചാൽ നാടിന്ന് കാണാതാവുകയാണ്. ഒരു 2-3 വർഷത്തിനിടയിലായിട്ട് ഒരു 7 സ്ത്രീകൾ അവരുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് രാവിലെ സാധാരണ പോലെ ജോലിക്ക് പോകുകയാണെന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും, പിന്നീട് ഇവരെ കാണാതാവും. ഫസ്റ്റ് ലീലാമ്മയാണ്. ലീലാമ്മ ഈ കോറിയിലെ സാധാരണ തൊഴിലാളി. ഒരു ദിവസം രാവിലെ ഇതേപോലെ വീട്ടിൽ നിന്ന് പോയി, രാവിലെ 8 മണിക്ക് ജോലിക്ക് പോയി, പിന്നീട് ഇവർ തിരിച്ചു പോയി. പിന്നെ അവരെ കുറിച്ചുള്ള അന്വേഷണങ്ങളായി, വീട്ടുകാരായി, നാട്ടുകാരായി അന്വേഷണം നടത്തി കാണാതായി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ത്രീ ഇതേപോലെ തൊട്ടടുത്ത മറ്റൊരു കോറിയിൽ നിന്ന് മിസ് ചെയ്യാണ്. രാവിലെ ജോലിക്ക് പോകുന്നു, പിന്നീട് ഇവർ തിരിച്ചു വരുന്നില്ല. അപ്പൊ അങ്ങനെ 7ാമത്തെ സ്ത്രീ ഒരു മേരി ആയിരുന്നു. ആ മേരിയുടെ കാര്യത്തിൽ, മേരിയുടെ മകൻ അവിടുത്തെ ഒരു LP സ്കൂളിലെന്ന് വെച്ചാൽ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. മേരി അന്ന് രാവിലെ പോകുന്ന സമയത്ത് ഈ കുട്ടിക്ക് സ്കൂളിൽ എന്തോ സാധനം കൊണ്ടു കൊടുക്കുക, ഭക്ഷണം സാധനം കൊടുക്കാൻ വേണ്ടി പോയി. അവിടെ നിന്നാണ് ഇവര് പോകുന്നത്. മേരിയെ കാണാതെ ലീലാമ്മയിൽ തുടങ്ങി മേരിയിൽ എത്തി നിൽക്കുന്നു. മേരി സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് എന്തോ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ നിന്ന് വെച്ചാൽ അമ്മ വരാൻ വൈകും, ഞാൻ ഇന്ന അങ്കിളിന്റെ കൂടെ പോവുകയാണ്, നാസർ അങ്കിളിന്റെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് കുട്ടിയിൽ നിന്ന് പോകുന്നത്. അത് മാത്രമേ ഈ അമ്മയെ മിസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്
നാട്ടിലെ ഇൻഫർമേഷനും. ആ ഇൻസിഡന്റിന് ശേഷം പോലീസ് നാസറിന്റെ ബേസിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഈ കുട്ടിയിൽ നിന്നിങ്ങനെ നാസറിന്റെ കൂടെയാണ് ഈ അമ്മ പോയത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇയാൾ അവിടെ നിന്ന് സ്ഥലം വിട്ട് കാസർഗോഡ് മറ്റെവിടെയോ കർണാടക എവിടെയൊക്കെയോ പോയി. പിന്നീട് ഈ കാസർഗോഡ് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ തെഫ്റ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ പ്രത്യക്ഷപ്പെടുക വീണ്ടും നാട്ടിലെത്തുകയാണ്. മേരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ 7 കൊലപാതകവും നടത്തിയ ഈ കഥാപാത്രം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. നേരെ കർണാടകയിൽ പോകുന്നു, പിന്നീട് കാസർഗോഡ് അവിടെ ഈ 16 വയസ്സുകാരന്റെ മാല പൊട്ടി. അതിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ചോദ്യം ചെയ്യലിലാണ്. ഈ മർഡറുമായിട്ട് ഈ പറഞ്ഞ ഈ സ്ത്രീകളൊക്കെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ചില ബന്ധം ഇയാൾക്കുണ്ട്. പക്ഷെ അന്നേരം 7 എണ്ണവും ഒരേ പ്രദേശത്ത് തന്നെയല്ലല്ലോ, പല പോലീസ് സ്റ്റേഷൻ പരിധികളിലല്ല. എല്ലാ ഇരിക്കൂർ പേരാവൂർ പോലീസ് സ്റ്റേഷൻ ഇവരൊക്കെ മേൽമുരുകോട് ഈ റീജിയനിലുള്ള കോറികളിൽ വർക്ക് ചെയ്യുന്ന സാധാരണ തൊഴിലാളികളാണ്. ഈ 2 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ 7 സ്ത്രീകൾക്കും എത്ര ഏജ് ഉണ്ടാവും? ഏകദേശം ഒരു 40-45. അതാണ് ആ റേഞ്ച്. മധ്യവയസ്കരാണ്. 35 മുതൽ 45 വരെയുള്ള പ്രായത്തിലുള്ള അത്യാവശ്യം ആരോഗ്യമുള്ള സ്ത്രീകളാണ്. അതിൽ ചിലരൊക്കെ എന്ന് വെച്ചാൽ തൊട്ട അയൽവക്കത്തുള്ള ആളുകളോട് പോയിട്ട് സ്വർണ്ണമാല തൽക്കാലം പണയം വാങ്ങിച്ചിട്ട് ഞാനൊന്ന് തലശ്ശേരി പോകാനുണ്ട്, അല്ലെങ്കിൽ കണ്ണൂർ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇയാളെന്ന് വെച്ചാൽ ഈ സ്ത്രീകളായിട്ടെന്ന് വെച്ചാൽ പ്രേമബന്ധം നയിക്കുന്നു. പിന്നീട് അവരെ കൊണ്ടെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ സ്വന്തം സ്വർണ്ണം ഇല്ലെങ്കിൽ അവരുടെ ബന്ധുക്കടിയോ അല്ലെങ്കിൽ അയൽവാസിയുടെ സ്വർണം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുക, പ്രേരിപ്പിക്കും, വാങ്ങിപ്പിച്ച് അതിനുശേഷം ഇവരെന്ന് വെച്ചാൽ നേരെ തലശ്ശേരിയിൽ കൊണ്ടുവന്ന് തലശ്ശേരിയിൽ പാരീസ് റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അവിടെ വെച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് അതിനുശേഷം അവിടെ ചിത്രവാണി ടാക്കീസിൽ ഒരു 3 മണിക്ക് ഷോ, അന്ന് മാറ്റിനി ഉണ്ടല്ലോ, 3 മണിക്ക് ഷോവിന് കയറി ഒരു 5:30 കൂടി ടാക്കീസിൽ നിന്ന് ഇറങ്ങി നേരെ വിക്ടോറിയ ഹോട്ടൽ വരികയാണ്. ആ വിക്ടോറിയ ഹോട്ടലിൽ നിന്ന് അയാൾ ബ്രാൻഡി വാങ്ങിക്കും. എന്നിട്ട് ഈ വരുന്ന കുട്ടി കൊണ്ടുവന്ന സ്ത്രീയെയും ഇയാളും നേരെ ഇപ്പോഴുള്ള പാർക്ക് ഉണ്ടല്ലോ, പാർക്കിൻ്റെ താഴത്ത് ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമുണ്ട് താഴെ കൃഷ്ണനായർ വക്കീലിൻ്റെ ഒക്കെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വന്ന ആ ഏരിയ അവിടെ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഞാൻ ഈ എവിഡൻസിൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ സൈറ്റ് വിസിറ്റ് നടത്തിയായിരുന്നു. അപ്പോൾ അതിലെന്ന് വെച്ചാൽ താഴെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇറങ്ങി കല്ലുകളൊക്കെ കൽപ്പടവുകൾ ഇങ്ങനെ ചവിട്ടി ഇറങ്ങിയിട്ട് താഴെ എത്തണം. താഴെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പാറയുണ്ട്. അത്യാവശ്യം ഒരാൾക്ക് കിടന്നുറങ്ങാൻ, കുറച്ച് ആളുകൾ കിടന്നുറങ്ങാൻ സൗകര്യമുള്ള സ്ഥലം. ഈ കടൽ തീരത്ത് ജില്ലാ കോടതിക്ക് മുന്നിലാണിത്. മുന്നിലല്ല, കുറച്ചും കൂടി ഇങ്ങോട്ട് വരും ഭാഗത്ത്. കൃഷ്ണനാരുടെ വീട്ടിന്റെ ഒക്കെ CV പാലസിന്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും. അത് ഒരു കുറച്ച് ഡീപ്പായിട്ടുള്ള സീ ആണ് അവിടെ. CV പാർക്കിന്റെ താഴെ ഓപ്പോസിറ്റ് സൈഡ്, യെസ്, അവിടെയാണ്. കുറച്ച് ഡീപ്പ് സീ ആണ്. അപ്പൊ അവിടത്തേക്ക് ഇപ്പോൾ ഉള്ളവരെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന സംവിധാനം. ഇപ്പൊ അവിടെ പിന്നെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വെച്ചു, കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ അവിടെ ഒരു റെസ്റ്റോറന്റ് വന്നു. ഇപ്പൊ റെസ്റ്റോറന്റ് അകത്തൂടെ കയറിയിട്ട് വേണം ആളുകൾക്ക് താഴെ ഇറങ്ങി പോകാൻ, കടപ്പുറത്ത് ഇറങ്ങി പോകാൻ. അന്നതായിരുന്നില്ല. അന്നൊരു പ്ലെയിൻ സ്ഥലമാണ്. അതിലൂടെ ആളുകൾ ചവിട്ടി ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലം കൊണ്ട് ആൾക്കാർ കല്ലിൽ ചവിട്ടി താഴെ ഇറങ്ങണം. അങ്ങനെ ഈ സ്ത്രീകളൊക്കെ എന്നാൽ സന്ധ്യയോടുകൂടി അവിടെ എത്തിക്കും. അവിടെ വെച്ചിട്ട് ഇവർ സെക്ഷലായിട്ട് ബന്ധപ്പെടുന്നു, മദ്യം കഴിപ്പിക്കും, ബന്ധപ്പെടും. അതിനുശേഷം തലക്ക് കല്ലുകൊണ്ട് അടിച്ചിട്ട് കരിങ്കല്ലടിച്ച് കൊന്നതിന് ശേഷം നേരെ കടലിൽ തട്ടുക, നേരെ കടലിൽ കയറി. അതിൽ മേരി എന്ന് പറയുന്ന സ്ത്രീയുടെ ബോഡി കിട്ടിയത് നമ്മുടെ മുഴപ്പനങ്ങാട് കടപ്പുറത്ത് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ വേറെ മറ്റേ സ്ത്രീയുടെ പേരൊക്കെ പറയാം. 2 സ്ത്രീയുടെ ബോഡി മുഴപ്പനങ്ങാട് കടപ്പുറത്ത് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഒരാളുടേത് തലശ്ശേരി ഹോസ്പിറ്റലിന് പിൻഭാഗത്തുള്ള ബീച്ചിൽ. ഒരേ സ്ഥലം, ഒറ്റ സ്ഥലത്ത് വെച്ച്. ആ ഭാഗത്ത് സന്ധ്യയ്ക്ക് ശേഷം ആരും അങ്ങോട്ട് വരില്ല. അത്ര സെക്യൂർ ആയിട്ടുള്ള സ്ഥലമാണത്. ഒരാളും അവിടത്തേക്ക് ആരും ദൃഷ്ടിപ്പെടാത്തൊരു പ്രദേശമാണത്. അതൊരു സെക്യൂർ സ്ഥലമായിട്ട് കണ്ടു. അവിടെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ന് വെച്ചാൽ മാലകൾ കളവ് ചെയ്തിട്ടുണ്ട്. മാലയോ വളയോ മോതിരോ എന്തായാലും അതെടുക്കും. തലക്കടിച്ച് ഈ ആദ്യം ലൈംഗികമായി ബന്ധപ്പെടും. അത് ഉഭയസമ്മതപ്രകാരമാണ് നടക്കുന്നത്. അവിടെ പിടിവലി ഒന്നുമില്ല. അപ്പോഴത്തേക്കും മദ്യപിച്ചിരിക്കും ഇരുവരും. അവർ അബോധാവസ്ഥയിൽ അവിടെ തന്നെ കിടന്നുറങ്ങും. നേരെ തലയിൽ ഇവർ ഉറങ്ങിയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആണെന്ന് ബോധ്യപ്പെട്ട ശേഷം, മറ്റേ അങ്ങനെ കോൺഷ്യസ് അല്ലാതെ വരല്ലേ, ആ സമയത്ത് തലക്ക് കല്ലുകൊണ്ട് അടിക്കുക, കൊല്ലുക. കടലിലേക്ക് 7 പേരും ആയിരിക്കും ഒരേ സ്ഥലത്ത് വെച്ച് ഒരേ രീതിയിൽ. മേരിയുടെ സംഭവത്തിൽ തുമ്പ് ഈ ചെറിയ മകനാണല്ലോ, 4ാം ക്ലാസ് പഠിക്കുന്ന മകനിൽ നിന്നും തുടങ്ങുന്നു. ആ തുടക്കം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ മകൻ എന്ന് വെച്ചാൽ പറഞ്ഞ വിവരം വെച്ചിട്ട് പോലീസും നാട്ടിൽ അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാണ്. അപ്പം ഇത് സംശയം ബലപ്പെട്ടു. ഇദ്ദേഹം തന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ അന്ന് കൊലപാതകം ചെയ്യപ്പെട്ടു എന്ന് ആരും വിശ്വസിക്കുന്നില്ല. മേരിയും നാസറും ഒളിച്ചോടി എന്നതായിരുന്നു ധാരണ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈമറി അന്വേഷണം നടത്തിയ അന്വേഷണം മേരിയുടെ ഭർത്താവ് ഡൈവേഴ്സ് ചെയ്താണ്, ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് പിന്നെ ഒരു മകനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതലായിട്ട് ആളുകൾ അതിൻ്റെ അകത്ത് ആ ഭാഗത്തെ ശ്രദ്ധിച്ചില്ല. കാരണം അവർ ജീവിക്കട്ടെയെങ്കിലും മേരിയുടെ ഈ മകൻ എന്ന് വെച്ചാൽ വേറെ ആരോ ബന്ധുക്കളാരോ
ഏറ്റെടുത്ത് വളർത്തുന്ന 4ാം ക്ലാസ്സുകാരനെ ബന്ധുക്കൾ ഏറ്റെടുത്തു. അമ്മ ഒരു നാസറങ്ങളുടെ കൂടെ ഒളിച്ചോടി. നാട്ടുകാരും അങ്ങനെ നാസറും ബാക്കിയുള്ള സ്ത്രീകളും ഇതുപോലെ ആരുടെയൊക്കെയോ കൂടെ ഒളിച്ചോടി എന്ന രീതിയിലേക്ക് അതൊക്കെ എന്ന് വെച്ചാൽ ഈ 5-8 വർഷത്തിനിടയിൽ എന്ന് വെച്ചാൽ അവരൊക്കെ മറക്കുക, നാട്ടുകാർ മറക്കുക. അതിനുശേഷം പിന്നീട് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നടന്ന് ഇങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെന്നും ഇങ്ങനെ മർഡർ നടത്തിയിട്ടുണ്ടെന്നും ഇയാളെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ശരിക്കും എവിടെയായി കുറ്റസമ്മതം? കാസർഗോഡ് പോലീസിനോട് കൊടുത്ത കുറ്റസമ്മതം. അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം ഈ പോലീസിനെ ബന്ധപ്പെട്ടപ്പോ പോലീസിൽ നിന്ന് ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ടാവും. ഹിന്റ് കിട്ടി. അപ്പൊ പിന്നെ ആ പോലീസ് മുറയിൽ ഇയാൾക്ക് പറയേണ്ടി വന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. പോലീസ് മുറയിൽ പറയേണ്ടി വന്നു, വളണ്ടറി ആയിട്ട് പറഞ്ഞതല്ല, പറയേണ്ടി വന്നപ്പോ ബാക്കിയുള്ള പിന്നീട് എന്താ വെച്ചാൽ ഈ പറഞ്ഞ സ്ത്രീകളുടെയൊക്കെ സ്വർണം തലശ്ശേരിയിലും അതുപോലെ കണ്ണൂരായിട്ട് പല ജ്വല്ലറികൾ ഇയാൾ വിറ്റിട്ടുണ്ട്. അതൊക്കെ സീസ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ 7 സ്ത്രീകളുടെയും സ്വർണ്ണാഭരണങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ആൾക്കാരുടെ സ്വന്തമുണ്ട്, അല്ലാത്ത ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അയൽവാസികളോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇയാളെ വെച്ച് അന്വേഷണം നടത്തി കണ്ടുപിടിച്ചപ്പോൾ ഈ 7 പേരും കൊല ചെയ്യപ്പെട്ടതാണെന്നും അതിൻ്റെ അകത്ത് 3 പേരുടെ മാത്രമേ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ലീലാമ്മ, മേരി, പിന്നെ ഒരു സ്ത്രീ ഉണ്ട്, അവരുടെ പേര് എനിക്ക് കൃത്യമായി ഓർക്കാൻ സാധിക്കും. 7 പേരുണ്ട്. അപ്പൊ ഈ മേരിയുടെ കൊലപാതകം നടത്തിയതായിരിക്കുമല്ലോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കൃത്യമായി അതെങ്ങനെയാണ് ആ കൊലപാതകം എങ്ങനെയാ ശരിക്ക് നടത്തി? ഇവൻ എങ്ങനെയാ അത് പറയുന്നത്? മേരി എങ്ങനെയാണ് അത് രാവിലെ അല്ല മേരിയോട് ഇവൻ എങ്ങനെയാ പ്രണയം, എങ്ങനെയാ അതിന്റെ ഒരു ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണോ ഇവരെല്ലാം? അല്ലല്ല, 7 പേരും പല കോറികളിലായിട്ടാണ്. ഒരു കോറിയല്ല, അവിടെ നിരവധി കോറികളുണ്ട്. ആ പല കോറികളിലുമായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. എല്ലാ കോറിയിലും ഇയാളെന്ന് വെച്ചാൽ ഇയാൾ കോൺട്രാക്ടല്ലേ, ലോറി ഡ്രൈവറാണല്ലോ. അപ്പൊ ഓരോ കോറിയിൽ എന്ന് വെച്ചാൽ കല്ല് സ്റ്റോക്ക് ആകുമ്പോൾ ഇയാൾ എടുക്കും, കൊണ്ടുപോകും. എല്ലാ കോറിയും ഒരേ സമയത്ത് കല്ലുണ്ടാവില്ല. അപ്പൊ കല്ല് കിട്ടുന്ന സമയത്ത് ആ കോറിയിൽ പോവും. അപ്പോൾ ലോഡിങ് തൊഴിലാളികളാണ് ഈ സ്ത്രീകൾ. അപ്പൊ അവിടെ നിന്ന് അവരുമായിട്ട് സ്നേഹത്തിലാവും. അങ്ങനെ ഒരു മാസം ഒരേ സമയത്ത് തന്നെ 2-3 സ്ത്രീകളായിട്ട് പ്രണയത്തിലാണ്. കാരണം പല കോറികളിലാണ്. അങ്ങനെ ഈ ഒരു 4-5 മാസം കൊല്ലങ്ങൾക്കുള്ളിൽ ഇയാൾക്ക് ഇത്രയും ആളുകളുമായിട്ട് വെച്ചാൽ ബന്ധം വരാനും ഇവരൊക്കെ കൊണ്ടുപോകാൻ സാധിക്കാനും കാരണമാണ്. അപ്പൊ മേരിയുടെ മകൻ ഈ പറയുന്ന ഈ അങ്കിളിന്, ഈ നാസർ അങ്കിളിന് മേരിയുടെ മകൻ അറിയാമോ? മകൻ കാണുന്നു. അന്ന് അമ്മേന്റെ കൂടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അമ്മയുടെ കൂടെ സ്കൂളിൽ വന്നു. പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഈ കുട്ടീനെ ഇയാളെ കാണിച്ച ആ നാസറിനെ കാണിച്ചിരുന്ന ഐഡന്റിഫൈ ആണ്. ഐഡന്റിഫൈ ചെയ്തു. കാരണം അമ്മേനെ അവസാനം അവർ കൊണ്ടുപോകുന്ന ആളല്ലേ, അമ്മയുടെ കൂടെ അവസാനം അവർ കാണുന്നൊരു വ്യക്തിയാണല്ലോ. അതുകൊണ്ട് കുട്ടിയുടെ മനസ്സിലായി മൈൻഡിൽ ഉണ്ടായിരുന്നു. വേറെ എവിടെയും അങ്ങനെ ഒരു തെളിവ് ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നും ഉണ്ടായി. ഈ തുമ്പ് ഇത് മാത്രം. ഇതെല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ 3 മണിക്കെത്തി മാറ്റിനിക്ക് പോയി, ചിത്രവാണി പോയി. മോഡസ് ഓപ്പറേറ്റി ഒരേ രീതിയിലാണ്. രാവിലെ 8 മണി സമയത്ത് 8:30 മണി സമയത്ത് അവിടുന്ന് പുറപ്പെടും. എന്നിട്ട് നേരെ വെച്ചാൽ ബസ് കയറി തലശ്ശേരി വരും. അവിടെ തലശ്ശേരി കുറച്ച് ബീച്ചിലോ പാർക്കിലോ എവിടെയും കയറിക്കും. അതിന് ഉച്ചയാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴായി പാരീസ് പോകും. ആ പാരീസ് നേരെ ചിത്രവാണി ടാക്കീസിലേക്ക് ബിരിയാണി കഴിച്ച ശേഷം ചിത്രവാണി ടാക്കീസ് പോകും. ചിത്രവാണി ടാക്കീസ് നേരെ എന്താ വെച്ചാൽ വിക്ടോറിയ ഹോട്ടലിൽ വരും. ഹോട്ടലിൽ നിന്ന് ബ്രാൻഡി വാങ്ങിച്ചിട്ട് നേരെ പോയിട്ട് കടലിന്റെ ഈ മേരിയെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ ദിവസവും ഇതേ ലെവലിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. എല്ലാം ഒരേ ലെവലിലാണ്. മോഡസ് ഓപ്പറേണ്ടി വൺ ആൻഡ് സെയിം. പക്ഷെ ചില ദിവസങ്ങളാണ് പുറപ്പെടുന്ന സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഫസ്റ്റ് ബസ് അല്ല സെക്കൻഡ് ബസ്, 8:30 ബസ് അല്ലെങ്കിൽ 9 അങ്ങനെ ഒരു ആ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 7 പേരുടെയും തെളിവുകൾ ഈ 3 പേരുടെ ബോഡി മാത്രമാണോ ഒന്ന് പിന്നെ ഇത് കണ്ടുപിടിച്ചത്? 3 പേരുടെ നടത്തിയത്. അതിന്റെയൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സ്വഭാവം, റിപ്പോർട്ടിന്റെ അകത്ത് ഇഞ്ചുറി എല്ലാത്തിനും തലക്കാണ്. എല്ലാ ആളുകൾക്കും തലക്ക് ചെതറിപ്പോവാണ്. തലക്ക് അടിച്ച് പിന്നെ കല്ലുകൊണ്ട് അടിച്ചിട്ടുള്ള ഇതാണ്. ആ വെപ്പൺ അയാളെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വെപ്പൺ സീസ് ചെയ്തു. ആ കടപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആടെ ആരും പോവാത്ത പ്രദേശമല്ലേ. പക്ഷെ അതിൽ ബ്ലഡ് സൈൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബ്ലഡ് സൈൻസ് ഉണ്ട്. പക്ഷെ കല്ല് പോലീസ് സീസ് ചെയ്തു. അത് കോടതി തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ആ വെപ്പൺ ഉപയോഗിച്ചിട്ടാണ് ഈ മർഡർ നടത്തിയിട്ടുണ്ടാകുക എന്ന് പോലീസ് ഡോക്ടറുടെ നിഗമനം വന്നു. ഡോക്ടർ പോസിബിലിറ്റി ഓഫ് ഡെത്ത്, പിന്നെ ഇഞ്ചുറി ശരീരത്തിൽ തലക്കുള്ള മുറിവ്, വേറെ ശരീരത്തിന്റെ ഭാഗത്ത് മുറിവ്, എവിടെ ഇഞ്ചുറി ഒന്നുമില്ല. അതിനകത്ത് മേരിയെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെന്ന് വെച്ചാൽ ഒരു മൈനർ ഇഞ്ചുറി, അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ മൈനർ ഇഞ്ചുറിയായി പറഞ്ഞിട്ടുണ്ട്. വേറെ ആരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ബാക്കിയുള്ള 2 പേരുടെയും റേപ്പല്ല സംഭവം. എല്ലാ അർത്ഥത്തിലും ഇയാള് ഉഭയസമ്മതപ്രകാരമാണ് എല്ലാം നടന്നിട്ടുള്ളത്. ഇയാൾ എങ്ങനെ ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നു എന്നുള്ളത് എങ്ങനെയാണ്? നിങ്ങളത് എന്തായാലും കുറെ ദിവസം വിചാരണ നീണ്ടു നിന്നിട്ടുണ്ടാവും. ഈ കഥാപാത്രത്തിന്റെ ഒരു ബാല്യം, കൗമാരം ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഒരു ബോൺ വിത്ത് ക്രിമിനൽ മൈൻഡ് എന്നില്ല നമ്മൾ പറയാം. അത്തരം ആളുകളെ നമ്മൾ അസസ് ചെയ്യുന്ന രീതിയാണ് ബോൺ വിത്ത് ക്രിമിനൽ മൈൻഡ്. അപ്പൊ അതിന്റെ അകത്ത് ഇദ്ദേഹത്തിന്റെ എന്ന് വെച്ചാൽ ഒന്ന് കളവ് ചെയ്യാന്നുള്ളതാണ്. ഗോൾഡ് ഇയാളുടെ വീക്ക്നെസ് ആണ്. അപ്പോൾ
കളവ് ചെയ്യാനുള്ള പർപ്പസിനാണ് ഇയാളെന്ന് വെച്ചാൽ ഈ സ്ത്രീകളൊക്കെ അലക്കുന്ന കാര്യം. ഓൾറെഡി ഒരു ലോറി ഡ്രൈവറാണ്, അവിടെ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, ഡ്രൈവർമാർക്ക് നല്ല പൈസ. പിന്നെ ഇയാളെന്ന് വെച്ചാൽ പെണ്ണൊരു വീക്ക്നെസ് ആയിരുന്നു. പെണ്ണ് വീക്ക്നെസ് ആണ്, സ്ത്രീകൾ ഒരു വീക്ക്നെസ് ആണ്, പിന്നെ നന്നായി മദ്യപിക്കുകയും. അയാള് ചെറുപ്പകാലത്ത് മറ്റു കേസുകളിൽ പെട്ടതായിട്ട് വേറെ കേസുകളിലായിട്ട് അറിയില്ല. ഇയാളുടെ ഫസ്റ്റ് കേസ് ഏതാണ്? നിങ്ങൾ എന്തായാലും 7 കേസ് ഒരുമിച്ച് വന്നല്ലോ. ഫസ്റ്റ് കേസ് ഇതാണ്, ഈ പറഞ്ഞ തെഫ്റ്റ് കേസിലാണ് ആദ്യമായിട്ട് ഇയാൾ കൊടുക്കുന്നത്. അറസ്റ്റിലാകുന്ന അതല്ലാതെ വേറെ ഡിറ്റക്ഷൻ ഇല്ല. വേറെ കേസുകൾ ഇയാൾക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ടില്ല, വേറെ ഡിറ്റക്ഷൻ. വേറെ എന്തൊക്കെ ജോലികളായി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്? ഈ ഡ്രൈവർ ആദ്യം ലോറി ക്ലീനർ ആയിരുന്നു, കാസർഗോഡ് ഏതോ ഒരു ലോറി ബസ്സിൽ ക്ലീനർ ആയിരുന്നു. പിന്നീട് ലോറിയിലേക്ക് മാറി. ആ ലോറിയിലേക്ക് മാറിയ സമയത്താണ് ലോറി ഡ്രൈവിംഗ് പഠിക്കുന്നത്. അതിനുശേഷം പിന്നെന്താ വെച്ചാൽ വേറെ ആടെയോ, ഇയാളുടെ സ്വന്തം ലോറിയല്ല, ഇയാളുടെ ഡ്രൈവറായിട്ട് ചുമതല വെച്ചിരുന്ന വെച്ചാൽ ഈ ഇരിട്ടി ഭാഗത്തുള്ള ഏതോ ഒന്നിന്റെ ലോറിക്കാരൻ. ഈ കാസർഗോഡുകാരൻ എങ്ങനെ ഇരിട്ടിയിൽ എത്തിപ്പെടുന്നു? ഡ്രൈവർ എന്നല്ല, കാരണം സാധാരണ ഈ കോറികളിൽ കുറച്ച് എക്സ്പേർട്സ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനാണ് വേണ്ടത്. നല്ല വിൽ പവർ, നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സ്പേർട്സ് ആയ ഡ്രൈവേഴ്സ് എന്ന് വെച്ച് ചൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇയാൾ വന്നപ്പോൾ എന്ന് വെച്ചാൽ ഇയാൾ കോറിയിൽ തന്നെ എന്ന് വെച്ചാൽ ക്ലീനായിട്ടൊക്കെ വർക്ക് ചെയ്താണല്ലോ ലോറിയിൽ. അപ്പോൾ ആ രീതി കോറി ബേസ്ഡ് ആയിട്ട് ഇയാൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്, കോറിയിൽ ലോറി കൊണ്ടുപോയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആളുകൾ വിളിക്കും. ഇയാളുടെ സർവീസ് അത്യാവശ്യമാണ്, കാരണം എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ കിട്ടൂല. നല്ല സ്ട്രോങ് ബിൽഡായിരുന്നു, നല്ല ടോളാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, അധികം തടിയൊന്നുമില്ല, പക്ഷെ ഒരു ആവറേജ്. ഒരു ആവറേജ്. കാരണം സ്ത്രീകൾ ഇഷ്ടപ്പെടാത്ത നേച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് എല്ലാവരുടെയും മരണത്തിലേക്ക് സ്ത്രീകളൊക്കെ എന്ന് വെച്ചാൽ വെറും പാവങ്ങളായിരുന്നു. അതല്ലെങ്കിൽ ഭർത്താക്കന്മാരായിട്ട് പിരിഞ്ഞോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ചതായ സ്ത്രീകൾ 7 പേരും ചൂസ് ചെയ്തിരിക്കുന്ന അത്തരം ആളുകളാണ്. ഒന്നുകിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ്. കോറിയെന്ന് മനസ്സിലാക്കും. കോറിയെ കല്ലിലോടിയാൻ വേണ്ടി വരുമ്പോൾ ഈ ഡ്രൈവറും ഈ പറഞ്ഞ ഒരു സ്ത്രീയും അല്ലെങ്കിൽ 2 ആളുകളിലേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരാള് കല്ല് പിടിച്ചു കൊടുക്കും, മറ്റേ ആള്. അപ്പൊ ഇയാൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഇയാൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാൽ പോലും ലോറി ഡ്രൈവറിന് ഇയാൾ സപ്പോർട്ട് നടന്ന് എടുത്തു നോക്കും. ആ രീതിയിൽ ഇവരായിട്ട് എന്താ വെച്ചാൽ വർത്താനം പറഞ്ഞ് എടുത്ത് അങ്ങനെ സ്നേഹത്തിലേക്ക് എത്തുകയാണ്, സൗഹൃദം സ്ഥാപിക്കും. അത് പോലീസിനെ ചോദ്യം ചെയ്യപ്പോൾ ഒരേ സമയത്ത് 3 പേരെയൊക്കെ പ്രേമിച്ചിട്ട് ഇയാളുടെ പരിധിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ 3 പേരുമായിട്ടും അവരെ വീട്ടു പരിസരത്ത് വെച്ചോ അല്ലെ പുറത്തുമായിട്ട് എന്താ വെച്ചാൽ ഫിസിക്കലായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. കൊല്ലാൻ തീരുമാനിച്ചാൽ മാത്രമേ ഇവരെ ടൗണിലേക്ക് ടാർഗറ്റ് ചെയ്യും. ആ സമയത്ത് മാത്രമേ ഇയാൾ ഗോൾഡ് കൊണ്ടുവരാൻ പറയുന്നുള്ളൂ. അതുവരെ ഇവർ തമ്മിലുള്ള പ്രണയവും ലൈംഗിക ബന്ധമുണ്ട്, സ്നേഹമുണ്ട്, കൈമാറലുകളുണ്ട്, സ്നേഹം കൈമാറൽ എല്ലാം ഉണ്ട്. 1.5 വർഷം 3 വർഷം ഒക്കെ നല്ല പ്രണയത്തിൽ കൊണ്ടുനടന്ന സ്ത്രീകളുടെ കൂട്ടത്തില്. അപ്പൊ അവർ ഇയാളെ അന്ധമായിട്ട് വിശ്വസിക്കും. അപ്പൊ സാധാരണ കൂട്ടി കൊണ്ടുപോകുന്ന പോലെ അന്ന് കുറച്ചും കൂടി ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹം കൂട്ടിയിട്ട് പോകുന്നു. ആ വ്യത്യാസം ആ സ്ത്രീകളെ സംബന്ധിച്ച് വരുമ്പോൾ ആ വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ കൊണ്ടുപോവുകയാണ്. അതിനു മുമ്പും കൊണ്ടുപോയിട്ടുണ്ടാകാം, പക്ഷെ തലശ്ശേരിയോ ഈ ചിത്രവാണിയിലൊന്നും വരുന്നില്ല. പക്ഷെ ചിലപ്പോൾ നിയർ ബൈ ഏതെങ്കിലും സ്ഥലത്ത് പോകും, ചിലപ്പോൾ ഫിസിക്കലി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ ആ രീതിയിൽ പലപ്പോഴും കൂടെ പോയ സ്ത്രീകളാണ് പിന്നീട് ഈ വിക്ടിംസ് ആയി മാറുന്നത്. ഇവന്റെ ഒരു ബാല്യകാലം എങ്ങനെയാണ്? നിങ്ങൾ അതൊന്നും അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ല, അത് ഇയാൾക്ക് അച്ഛനും അമ്മ ഒന്നും കാര്യമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. മാതാപിതാക്കൾ അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നില്ല, ചെറുപ്പത്തിലെ അവന്റെ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ. കാരണം അച്ഛൻ വെള്ളടിക്കാരനായിരുന്നു, പിന്നെ ഒരു ഫാദർ മാത്രം നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. പിന്നെ അയാൾക്കൊരു ബ്രദർ ഉണ്ടെന്നാ പറഞ്ഞത്, ഒരു ഏട്ടനുണ്ട്. അയാളുടെ നാട്ടിൽ എന്തോ കൂലി പണിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളാണ്. വേറെ ഇയാൾ മാരീഡ് അല്ല, അങ്ങനെ വേറെ കെട്ടുപാടുകളോ ബന്ധങ്ങളോ ഒന്നും. കുത്തഴിഞ്ഞ ജീവിതം നയിച്ച ഒരാളാണെന്ന രീതിയിലാണ് ഒറ്റയാനായി ജീവിച്ചതാണ്. ഒറ്റയാനായിട്ട് ഇങ്ങനെ കഴിയുന്ന ഒരാളായിരുന്നു. ഇയാളുടെ കേസ് ഫയൽ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആദ്യത്തെ മർഡറിന്റെ മേരിയുടെ കഥയാണല്ലോ പറയുന്നത്. മേരിയുടെ കഥ എങ്ങനെയാണ് ശരിക്കും? ഇവര് പ്രണയത്തെ കുറിച്ചും അന്വേഷണത്തിലൊക്കെ പോലീസ് കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. അതെന്തൊക്കെയാണ് നിങ്ങളുടെ ഓർമ്മയിൽ കടന്നു വരുന്നത്? എല്ലാം ഒരേ പാറ്റേൺ ആണെങ്കിലും ചില കാര്യങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഫയലുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ. അതിനകത്ത് ഈ കുട്ടി എന്നാ വെച്ചാൽ ഇപ്പോൾ ആ ഒരു ദിവസം മാത്രമേ കാണുന്നുള്ളൂ. എങ്കിലും പലപ്പോഴും അമ്മയുടെ വായിന്ന് ഈ അങ്കിളിനെ പറ്റിയിട്ട് നാസറങ്ങളുടെ പോകുന്നു, നാസറങ്ങൾ വരും. ആ ഒരു നാസറങ്ങളുടെ പേര് പലപ്പോഴായിട്ട് എന്താ വെച്ചാൽ മേരിയുടെ വായിന്ന് ഈ കുട്ടി കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്ന് നാസറങ്ങളുടെ കൂടെ പോയി എന്ന് പറയുമ്പോൾ കുട്ടി എന്താ വെച്ചാൽ അത് മൈൻഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവസാനം നാസറങ്ങളിലൂടെ പോയതെന്ന് പറഞ്ഞു. നാസറിലേക്ക് കുട്ടി അത്ര കൃത്യമായിട്ട് ഓർമ്മിക്കുന്നതും നാസറങ്ങളാകാം അമ്മയെ കൊണ്ടുപോയത് എന്ന് ഉറപ്പിക്കുന്നതിന് കാരണം ഈ നേരത്തെയുള്ള അമ്മയുടെ വായി എന്ന് പറയുന്ന റെഫറൻസ് ആണ്. അപ്പൊ ഈ സ്ത്രീയായിട്ട് 1-2 വർഷം മുൻപ് തന്നെ ഈ പ്രണയം ഇഷ്ടം വരുത്തുകയും പിന്നെ അമ്മയുടെ മനസ്സിലെന്നാ വെച്ചാൽ ഈ നാസറങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഈ മോനോട് പലപ്പോഴായിട്ട് അമ്മ സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴേ അതിൻ്റെ അകത്തൊക്കെ നാസറങ്ങളുണ്ട്, നാസറങ്ങൾ ചെയ്യും, നാസറങ്ങളോട് പറയാം എന്നൊക്കെ. കുട്ടിയുടെ ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലും വരുമ്പോൾ നാസറങ്ങളോട് പറയാം,
കാരണം ഇയാളൊക്കെ തലശ്ശേരിയൊക്കെ ടൗണിൽ ബന്ധപ്പെടുന്ന ആളുകളല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങളോ പുസ്തകമോ എന്തെങ്കിലും സാധനം വാങ്ങാനും വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ റെഫറൻസ് ഈ കുട്ടികൾ ഈ ഇവിടെ അമ്മയുടെ വായെന്നും വരാറുണ്ട്. ഈ ചെറിയ മോനെ നിങ്ങൾ വിസ്തരിച്ചിരുന്നു. എന്താണ് അയാൾ എന്താ വെച്ചാൽ ഈ കുട്ടി എന്താ വെച്ചാൽ അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് സ്കൂളിൽ വിസ്തരിക്കുന്ന സമയത്ത് അന്ന് 4ാം ക്ലാസ് പഠിക്കുന്ന ഈ സംഭവം നടക്കുന്ന സമയത്ത് 4ാം ക്ലാസ് പഠിക്കാൻ, പിന്നെ 9th-ലോ 10th-ലോ പഠിക്കുന്ന സമയത്ത് മേരി കൊല്ലപ്പെട്ട് മേരിയെ കാണാതായി എത്ര നാള് കഴിഞ്ഞിട്ടാണ് ഇവൻ കാസർഗോഡ് പിടിയിലാകുന്നത്? ശരിക്കും പിടിയാന്ന് അറൗണ്ട് 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞു. അപ്പൊ അത് ഈ 4 വർഷം മുമ്പാണ് ഈ 7 കൊലപാതകവും നടന്നത്. അതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഈ സ്ത്രീകൾ എവിടെയാ പോയത്? എല്ലാവരും നാട് വിട്ടു. എല്ലായിടത്തും മാത്രം ഒരാളും. അവസാനത്തെ കേസിൽ മേരിയെ കൊണ്ടുപോയി നാസറാണ്. അമ്മ ആ മോന്റെ ഈ ഓരോ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 14-കാരന് അത് ഏത് കോടതിയിലാണ് അതിന്റെ വിചാരണ നടക്കുന്നത്? ശരിക്കും ഫയല് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ ആ ഫയലിൽ എത്ര കൊലപാതകത്തിന്റെ കുറ്റപത്രം ഉണ്ടായിരുന്നു? ഈ പറഞ്ഞ 7 കൊലപാതകത്തിന്റെയും അതൊരു സീരിയസ് ആണ്. കാരണം ഒരു കണക്ക് സീരിയസ് ആയിട്ടാണ് എടുത്തത്. 7 കൊലപാതകം, 7 കേസിന്റെയും സെപ്പറേറ്റ്. ഏതാണ് അന്വേഷണ സംഘം? ഏതായിരുന്നു? ക്രൈംബ്രാഞ്ച് ആണോ, ലോക്കൽ ആണോ? അല്ല, ലോക്കൽ പോലീസ്. ആരായിരുന്നു ഈ 7 കൊലപാതക അന്വേഷണ ഓഫീസർ? നിങ്ങൾ എന്തായാലും അവരെ വിസ്തരിച്ചിട്ടുണ്ടോ? എന്റെ ഓർമ്മ ശരിയാണ്, ഒരു വിൻസെന്റ് എന്ന് പറഞ്ഞ ഒരു CI ഉണ്ടായിരുന്നു. ഈ 7 കൊലപാതകവും അദ്ദേഹമാണ് ഒറ്റ സ്ട്രെച്ചിൽ അന്വേഷണം നടത്തി. കാരണം ഈ കാസർഗോഡ് നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് ഫുള്ള് ചാർജ് ഫ്രെയിം ചെയ്തു, FIR ഇട്ടു. അപ്പൊ ലീലാമ്മ മുതൽ മേരി വരെയുള്ള മിസ്സിംഗ് കേസുകളെല്ലാം ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തു. പ്രേംദാസും വിൻസെന്റും ആണെന്ന് എന്റെ ഓർമ്മ. അപ്പം ഈ 7 കൊലപാതകത്തിന് കുറ്റപത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ടാവും. ഓരോ കേസിന്റെ അകത്ത് ഓരോ നേച്ചറാണ്. ഇന്ന ദിവസം എത്ര മണിക്ക് ഇങ്ങനെ ആ രീതിയിലാണ്. ഈ 7ലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടായിരുന്നോ ഫയൽ പഠിച്ചപ്പോ? ഒന്നുമില്ല, എല്ലാം ഒരേ പാറ്റേൺ. കാരണം കൊണ്ടുപോയി ഒന്നിൻ്റെ അകത്തെന്ന് വെച്ചാൽ തൊട്ട് അയൽവാസിയായ ഇന്ന സ്ത്രീയിൽ നിന്ന് സ്വർണം വാങ്ങിച്ചിട്ടാണ് ഇവർ പോയെന്ന് പറയും. മറ്റേതെന്ന് വെച്ചാൽ ബന്ധുവായി ഇന്നയാടത്താണ് മേടിച്ചത് പറയും. അതല്ലെങ്കിൽ സ്വന്തം സ്വർണം ഇത്ര പവൻ, ആ രീതിയിൽ വ്യത്യാസം മാത്രമേ ഇല്ല. എല്ലാം ഒരു 1.5 പവൻ 2 പവൻ ആ ഒരു റേഞ്ചേ ഉള്ളൂ. 2 പവൻ സ്വർണത്തിന് 1.5 പവൻ 2 പവൻ സ്വർണം അത് ലൂട്ട് ചെയ്യുക. അതൊരു ഹോബിയാണ്. അദ്ദേഹത്തിന്റെ നേച്ചർ ക്യാരക്ടർ നോക്കുമ്പോൾ അതാണ് ഒരു ഹോബി. സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യല്? വിൽക്കും. എവിടെ കൊണ്ടുപോയിട്ട്? കണ്ണൂർ തലശ്ശേരിയുള്ള ജോലികൾ തന്നെയാണ് വീട്ടിലുള്ളത്. പോലീസ് കണ്ടെത്തി ഒരു 2-3 ആളുടെ സ്വർണം കണ്ടെത്തി. എല്ലാവരുടെയും കണ്ടെത്താൻ പറ്റി? ഇല്ല. അത് ജ്വല്ലറികളിൽ ഇവൻ പണയം വെക്കുകയാണോ? പണയം വെച്ചായിട്ടാണ്. അല്ല, പണം വെച്ചല്ല, വിറ്റതായിട്ടാണ്. പണയം വെക്കുന്നില്ല, വിറ്റതായിട്ടാണ്. എല്ലാം വിറ്റു, പൈസ ചെയ്തു, പൈസ വാങ്ങിട്ട് പിന്നെ ഇവന്റെ പരിപാടി എന്താ? ഇത് വിറ്റ് കിട്ടുന്ന പൈസ എൻജോയ് ചെയ്യാം. അത്രയാണ്, എൻജോയ് ചെയ്യാൻ. വേറെ 7 കേസുമായിട്ട് മൊത്തം എത്ര സാക്ഷികൾ ഉണ്ടായിരുന്നു? 7 കേസ് ഏകദേശം 10-30 സാക്ഷി ഉണ്ടായിരുന്നു ഏകദേശം. അതിനകത്ത് ഡിഫറൻസ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികൾ ഏതൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട ഒന്ന് ഈ കുട്ടി മോനാണ്. ഒന്ന്. രണ്ടാമത് ഈ കോറികളിൽ ഈ പറയുന്ന വിക്ടിംസ് ഉണ്ടല്ലോ, അവരുടെ കൂടെ ജോലി ചെയ്ത ആളുകളുണ്ടല്ലോ, അവരൊക്കെ എന്ന് വെച്ചാൽ നാസർ ഇന്നയാളും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. നാസറിന്റെ കൂടെ അവർ അത്യാവശ്യം പുറത്തു പോകുന്നതായിട്ട് സ്വകാര്യമായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ ചില സാക്ഷികൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് നാസറുമായിട്ട് ബന്ധം വെച്ചിട്ട്. പിന്നെ ഈ സ്ത്രീകൾക്കൊക്കെ വേറൊരു രീതിയിൽ വെച്ചാൽ, കാരണം പിന്നെ 2-3 ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പരസ്പരം ഒരു സംശയം ഉണ്ടായിരുന്നു, നാസറിന്റെ കൂടെ ആണോ അവള് പോയത്, അപ്പൊ നാസർ എവിടെയോ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ടാകാം എന്നൊരു സ്ത്രീകളെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ 2-3-4 കോറികൾ എന്നാണ്. അപ്പൊ അവർ അറിയില്ല, പരസ്പരം അറിയില്ല. ഓരോ സ്ഥലത്തും സ്ത്രീകൾ ഇങ്ങനെ പോകുന്നത് അറിയില്ല, പരസ്പരം അറിയില്ല. പിന്നെ ഒരു 3-4 ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നാസറാണോ കൊണ്ടുപോയിട്ടാന്നൊരു ചെറിയൊരു മർമറിങ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചില സ്ത്രീകളെ വിസ്തരിക്കുന്ന സമയത്ത് നാസറിന്റെ കൂടെയാണോ പോയതെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. എന്താ പറയാവുന്ന കാരണം, അത് നാസർ എന്നെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണ്. നാസർ പിന്നെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നാസർ എന്നെ ബുദ്ധിമുട്ടിക്കുമെന്നുള്ള പേടി കൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. അതാണ് പിന്നീട് അവരുടെ എവിഡൻസിനകത്ത് വരുന്നത്. നാസറിന് പുറത്ത് ഈ കോറികളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നാസർ എന്ന ക്യാരക്ടറിനെ കുറിച്ച് ഒരു സ്വഭാവം എങ്ങനെയാണ് ആളുകൾ വിലയിരുത്തുന്നത്? ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ, തൊഴിലാളി, വേറെ അപകടകാരിയൊന്നും അവരുടെ മുന്നിൽ ഇല്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആളുകൾ പെരുമാറും. പിന്നെ ഏത് റിസ്ക് ഉണ്ടെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം ലോറി കണ്ടണ്ടേ, അപ്പോൾ റിസ്ക് എടുക്കാനും തയ്യാറായിട്ട് നല്ല ധൈര്യമുള്ള തൊഴിലാളി. പിന്നെ കോറിയെ തന്നെ എന്ന് വെച്ചാൽ ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇറങ്ങി ചെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആ രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എല്ലാ അർത്ഥത്തിലും കഴിവുള്ള ഡ്രൈവർ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഡ്രൈവിംഗിന്റെ സമയത്ത് ഇദ്ദേഹത്തെ പറ്റി എന്ന് വെച്ചാൽ മദ്യപിച്ച് വേളം ഉണ്ടാക്കിയെന്നോ മദ്യപിച്ചു അങ്ങനെ യാതൊരു തരത്തെ പരാതി, അങ്ങനെ ഒരു ഡ്രങ്കാർഡാണെന്ന് ആയിരിക്കും ഫീൽ ഇല്ല.
വെറും മദ്യപാനിയായിട്ട് അങ്ങനെ തെണ്ടി നടക്കുന്ന ഒരാളാണെന്നൊരു ഫീലേ ആർക്കും ഉണ്ടായിരുന്നില്ല. നല്ല ടാലന്റഡ് ആയിട്ടുള്ള നല്ല ഡ്രൈവർ, അത് അയാൾ ജോലി ചെയ്യുന്നു പോകുന്നു. ഇനിയിപ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അല്ല ഇയാളെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോറ്റുമായിരിക്കും, രക്ഷപ്പെടുമായിരിക്കും. അപ്പൊ പലരുടെയും മനസ്സിലാകാം. കാരണം കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ഇയാളെ കൂടെ ആയിരിക്കാൻ പോയത് തോന്നിയ ആൾക്കാർക്ക് പോലും എന്തുകൊണ്ട് അന്നേരം പറഞ്ഞു ഇല്ല, അവര് നല്ല നിലക്ക് ജീവിക്കുന്നുണ്ടാവും, ഇയാൾ കൊണ്ടുപോയി സംരക്ഷിച്ചിട്ടുണ്ടാവും എന്നതാണ് പലരുടെയും ധാരണ. അതുകൊണ്ട് തന്നെ ആർക്കും വേറെ സംശയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ മകൻ നല്ലൊരു സാക്ഷി, പിന്നെ കൂടെ ജോലി ചെയ്ത സ്ത്രീകളുടെ സാക്ഷികളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കോറി ഉടമകള് പറഞ്ഞിട്ടുണ്ട് ഇന്നയാളെ ആണ് ഈ ലോറി ഡ്രൈവറായിട്ട് ഇന്നയാളെ ചുമതല വെച്ച് വന്നത്. കോറി ഉടമകള് സാക്ഷികളാണ്. മകൻ ഞാൻ ഒരു 7 സ്ത്രീകൾ വന്നല്ലോ, അതിനകത്ത് ഈ മേരിയുടെ മകൻ മാത്രമാണോ, മറ്റ് സ്ത്രീകളുടെ വേറൊരു സ്ത്രീയുടെ അനിയത്തി സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ലീലാമ്മയുടെതാണെന്ന് എൻ്റെ ഓർമ്മ. അവര് പറഞ്ഞു ഇതേപോലത്തെ ഒരു ഹിസ്റ്ററി തന്നെയാണ്. കാരണം ഇടയ്ക്ക് ഇദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്, അദ്ദേഹം എന്തെങ്കിലും നല്ല സഹായം ചെയ്യുന്നതാണ്, നല്ല ആളാണ് എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളും അദ്ദേഹത്തിന്റെ കൂടെയാണോ പോയെന്ന് സംശയിച്ചു. പക്ഷെ പോലീസ് ഏതോ ഒരു കേസിൽ ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ പോലീസിനും അദ്ദേഹം ഈ സ്ത്രീയെ കൊണ്ടുപോയ അയാളാണെന്ന് ബോധ്യപ്പെടാൻ പോലീസും ഈ 14 വയസ്സുള്ള മകൻ, ഈ ഒരു 14 വയസ്സുള്ള ഈ 25 വർഷം മുമ്പാണല്ലോ ഇതിന്റെ വിചാരണയും നടക്കുന്നത്, ഒരു 20 വർഷം മുമ്പാണല്ലോ ഇതിന്റെ വിചാരണ നടക്കുന്നത്. അപ്പൊ ഒരു 14 വയസ്സുള്ള ഈ കുട്ടി കൂട്ടിൽ കയറി ഇത് പറയുമ്പോ അന്നത്തെ ആ ഒരു അന്തരീക്ഷം അമ്മയെ കൊന്ന ഒരാളെ കുറിച്ചാണല്ലോ വല്ലാത്തൊരു വിഭ്രാന്തി. ആശ്രയം ഒരാളാണ്, അനാഥത്വം പൂർണ്ണമായിട്ടുണ്ടായ ഒരു കുട്ടിയാണ്, അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്, അതുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നു, ഒരു റിവെഞ്ചോ ഒരു വല്ലാത്തൊരു ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി ആ കുട്ടി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചോദ്യത്തോട് ചീഫിനോടുള്ള പ്രതികരണം വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. നേരത്തെ തന്നെ പഠിക്കാൻ വേണ്ടി എനിക്ക് വന്നിട്ടുണ്ട്, പ്രോസിക്യൂഷൻ കേസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അന്നേരത്തൊക്കെ ഒരു വല്ലാത്തൊരു നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ഇതാണ് ഈ രീതി തന്നെയാണ്. കാരണം വിടരുതെന്ന രീതിയിലും അതിന് പുറമെ വെച്ച് ഭയങ്കരമായ ഒരു ആർജോ, ഒരു ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അവനെ പൂർണ്ണമായും അനാഥനാക്കിയ കാരണം ആ കുട്ടീന്റെ ഒരു കപ്പാസിറ്റി ആണ് മറ്റു പല വിറ്റ്നസില്ലേ, ലേഡീസായ സാക്ഷികൾ. സാക്ഷി ഫസ്റ്റ് സാക്ഷി 14 വയസ്സുകാരനാണ് ഒന്നാം ആ കേസിൽ. 7 സ്ത്രീകൾ കൊല്ലപ്പെട്ട കേസിൽ പ്രധാന സാക്ഷിയായി വരുന്നത് ഇവൻ സ്ട്രോങ് ആയിട്ട് എവിഡൻസ് കൊടുത്തു. അതിന് പുറമെ ബാക്കിയുള്ള സാക്ഷികളായിരിക്കും കൂടെ വർക്ക് ചെയ്ത സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകൾക്കൊക്കെ കൊടുത്ത മെന്റൽ പവർ അത് ഇവന്റെ കൊടുത്ത എവിഡൻസ് ആണ്. ഇവന്റെ എവിഡൻസോട് കൂടുന്ന ഇയാൾ ട്രാപ്പ് ചെയ്യപ്പെടും, ഇയാൾ എന്തായാലും കുടുംബം ശിക്ഷിക്കപ്പെടും, നിങ്ങളൊന്നും പേടിക്കേണ്ട ഒരു ഓഫർ, ഒരു പ്രോമിസ് കൊടുക്കാൻ എനിക്കും പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ സംശയത്തോളം അവർക്ക് പിന്നീട് ധൈര്യത്തില് എവിഡൻസ് കൊടുക്കാനുണ്ടായ കപ്പാസിറ്റി അവിടെയാണ്. അല്ലെങ്കിൽ ഇയാളെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കും, ഇയാളെ വെറുതെ വിട്ടാൽ ഇയാളെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്നൊരു പേടി മറ്റു സ്ത്രീകൾക്കുണ്ടായിരുന്നു. ആദ്യം കേസ് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ സാക്ഷികൾക്ക് ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ അറിയില്ല എന്ന് പറ്റി. കാരണം പോലീസ് സ്റ്റേറ്റ്മെന്റ് അകത്ത് ഇങ്ങനെ ഇവര് നല്ല അടുപ്പത്തിലായിരുന്നു, പിന്നെ ഇവരുടെ കൂടെ അത്യാവശ്യം എന്താ വെച്ചാൽ മേരി പിന്നെ ഇന്നയാള് ഇവരുടെ കൂടെയാണ് പോകാറുണ്ടത് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സ്ത്രീകൾ പോലും ഞങ്ങളറിയില്ല, ഞങ്ങളാരും പറ്റില്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നായിരുന്നു. മുഴുവൻ ഹോസ്റ്റലാകാൻ വേണ്ടി തയ്യാറായിരുന്നു. പിന്നീട് ഈ കുട്ടീന്റെ എവിഡൻസ് വന്നതിന് ശേഷം എവിഡൻസ് വന്നു, അതിനുശേഷം എന്താ വെച്ചാൽ എന്തായാലും ഇയാൾ ശിക്ഷിക്കപ്പെടും, നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്നൊരു ധൈര്യം ബാക്കിയുള്ള സാക്ഷികൾ കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ആ സാക്ഷികളൊക്കെ സ്ട്രോങ് ആയിട്ട് പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്തതും ഈ പ്രതിനെ ശിക്ഷിക്കാൻ സാധിച്ചു. ഈ പ്രതി ഈ മാലമോഷണം 16 വയസ്സുകാരനെ മാലമോഷണ കേസിൽ അറസ്റ്റ് ആയതിനു ശേഷം പിന്നെ ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ടോ? ഇല്ല, കണ്ടിന്യൂസ്ലി 7 302 കേസുകൾ പ്രതികരിക്കപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ജാമ്യം എടുക്കുന്ന ആരും തയ്യാറായിട്ട് വന്നിട്ടില്ല, ബന്ധുക്കളോ ഒന്നും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോ റിമാൻഡ് അണ്ടർ ട്രയൽ ആണ്. പ്രതി റിമാൻഡിൽ കഴിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിചാരണ നേരിട്ടതും അതിനുശേഷം അദ്ദേഹത്തെ തൂക്കിലാണ് കോടതി വിധിച്ചത്. അന്ന് ആനി ജോൺ എന്ന് പറഞ്ഞ പിന്നീട് ഹൈക്കോടതി ജഡ്ജാണ് ആനി ജോൺ ആണ് അന്ന് ജഡ്ജിയും വളരെ നല്ല സ്ട്രോങ് വിൽ പവറോട് നമുക്ക് അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവന്റെ ഈ 7 കേസും ഇവൻ 7 കൊലപാതകവും ഒരു മോഷണമാണ് ഒരുത്തന്റെ പേരിൽ ചാർത്തപ്പെടുന്നത്. അവന് വേണ്ടി അന്ന് വാദിക്കാൻ വന്ന അഭിഭാഷകൻ അത് ഗവൺമെന്റ് അനുവദിച്ചതാണോ അത് ഇവന്റെ പണം കൊണ്ട് തന്നെ ഇവൻ ഏർപ്പെടുത്തിയതാണോ? അല്ല, ഗവൺമെന്റ് വക്കീലായിരുന്നു. അപ്പൊ ഈ ചീഫില് നിങ്ങൾ ഈ 14 വയസ്സുള്ള മോൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അതിന്റെ ക്രോസ് എത്ര സമയം നീണ്ടു ഈ മോന്റെ ക്രോസ്? അല്ല, കുട്ടീന്റെ ക്രോസ് എന്ന് വെച്ചാൽ 1.5-2 മണിക്കൂറേ ഉണ്ടായിട്ടുള്ളൂ. അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ. അത്ര കൃത്യമായിട്ട് കുട്ടീന്റെ കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ ഉണ്ടായിരുന്നില്ല. കുട്ടി എന്താ വെച്ചാൽ ക്ലീൻ ആയിട്ട് വളരെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അതോടെ കുട്ടീന്റെ സ്റ്റേറ്റ്മെന്റ് അകത്ത് മുഴുവൻ എന്താ വെച്ചാൽ ഈ രീതി കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ അമ്മ എന്താ വെച്ചാൽ ഇങ്ങനെ നാസറങ്ങളെ പറ്റി പറയാറുണ്ട്, എനിക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ നാസറങ്ങളോട് പറയാം, നാസറങ്ങൾ കൊണ്ടുതരും എന്ന് പറഞ്ഞ് കൊണ്ടുതരാറുണ്ട്. അപ്പോൾ ആ നാസറങ്ങളുടെ കൂടെയാണ് പോകുന്നത് എന്ന് അമ്മ അന്ന് സ്കൂൾ വന്നപ്പോൾ പറഞ്ഞു.
നാസറങ്ങൾ പുറത്ത് ഞാൻ നോക്കിയപ്പോൾ ജനലിനുള്ളിൽ പുറത്ത് നോക്കിയപ്പോൾ നാസറങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നാസറങ്ങളും അമ്മയും ഒന്നിച്ചാണ് പോയത്. അപ്പൊ തന്നെ കണക്ട് ചെയ്തു, ലിങ്ക് ചെയ്തു. ഇതിനകത്ത് മെറ്റീരിയൽ എവിഡൻസ്, നിങ്ങൾ ഈ പറയുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ഈ സാക്ഷി മൊഴികൾക്കപ്പുറം ഉള്ള മെറ്റീരിയൽ എവിഡൻസ് ഇല്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് കുറ്റസമ്മതം എടുക്കുന്നതല്ലേ. അല്ല, പോലീസ് എടുക്കുന്നതാണെങ്കിൽ പോലും സർക്കംസ്റ്റാൻസ് ആണ് വേണ്ടത്, സാഹചര്യ തെളിവുകളാണ്. പിന്നെ ഇതൊന്നിന്റെ അകത്ത് കൺക്ലൂസീവ് ആയിട്ട് തെളിയിക്കാൻ സാധിച്ചു. മേരിയുടെ കേസിൽ കൺക്ലൂസീവ് ആയിട്ട് തെളിയിക്കാൻ സാധിച്ചു. അതോടൊപ്പം അതിന്റെ സിമിലർ നേച്ചറുള്ളതാണ് ബാക്കി കേസുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ബാക്കിയുള്ളത് ഇദ്ദേഹം ചെയ്തതായിരിക്കാം എന്നൊരു അസംഷനിലേക്ക് കോടതി എത്തുകയാണ്. പിന്നെ അതിന്റെ കൂടെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ത്രീകളെ കൊണ്ടുപോയ അവരെ കൂടെ വർക്ക് ചെയ്ത സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകൾ ഇദ്ദേഹമായിട്ടെന്ന് വെച്ചാൽ അവർക്ക് ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇദ്ദേഹമായിരിക്കാം കൊണ്ടുപോയിട്ടുണ്ടാകുക എന്ന രീതിയിലേക്ക് അവരൊക്കെ എവിഡൻസ് എത്തിയിട്ടുണ്ട്. പിന്നെ വർഷങ്ങളായിട്ടെന്ന് വെച്ചാൽ ഇവരെ മിസ് ചെയ്ത് പോയതുകൊണ്ട് ഇവർ മരിച്ചതായിരിക്കാം എന്ന റെസംഷൻ കോടതി എത്തിയിട്ടുണ്ട്. പിന്നെ 3 പേരുടെ ബോഡി കിട്ടിയിട്ടുണ്ടല്ലോ. 3 പേരുടെ ബോഡിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളാണല്ലോ കോടതിക്ക് മുന്നിൽ വന്നത്. നിങ്ങൾ 7 കൊലപാതകമാണ് ഇവനെതിരെ ആരോപിച്ചു. 3 പേരെ മാത്രമേ കൺക്ലൂസീവ് പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഈ 3 കൊലക്കേസിലാണോ ശിക്ഷ വിധിക്കുന്നത്? 7 കൊലക്കേസിലും വരുന്നുണ്ടോ? ശിക്ഷ വിധിച്ചത് 7-നകത്ത് വന്നിട്ടുണ്ട്. ബോഡി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ബാക്കി സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്ത് മുഴുവൻ ഇയാൾ ചെയ്തായിരിക്കും. പിന്നെ ഇയാൾ കുറ്റസമ്മതം മൊഴിയിനകത്ത് 7 ആൾക്കാരെ കൊന്നതും അതിന്റെ മോഡസ് ഓപ്പറണ്ടിയും എവറിത്തിങ് എന്ന് വെച്ചാൽ പറയുന്നുണ്ട്. ആ കുറ്റസമ്മത മൊഴിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. കുറ്റസമ്മത മൊഴി പോലീസ് എടുക്കുന്നതാണെങ്കിലും അതിന്റെ റിലവൻസ് ഉണ്ടോ? സാധാരണ അതിന് കോടതിക്ക് മുന്നിൽ ഒരു വിലയും ഇല്ല. വിലയുണ്ട്. അപ്പൊ ഈ പ്രതിഭാഗം അഭിഭാഷകന് അത് കാര്യമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഈ മോന്റെ കോടതി കൂട്ടിക്കയറി നിന്നിട്ടാണല്ലോ ഈ മോൻ പറയാ, പ്രതി നേരെ മുന്നിൽ നിൽക്കണം, അമ്മയെ കൊന്നവൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്രതിയെ തിരിച്ചറിയുമ്പോൾ അവന്റെ ഒരു വളരെ ഷാർപ്പായിട്ട് അവന് സങ്കടം വരികയോ, സങ്കടമല്ല, വളരെ ഷാർപ്പായിട്ട് എന്നാ ഇവനെ നോക്കിക്കൊണ്ടിരുന്ന ഈ കുട്ടിയുടെ എവിഡൻസ് 9ാം ക്ലാസ്സുകാരനാണ് എന്റെ ഓർമ്മ. 9ാം ക്ലാസ് എത്ര ജഡ്ജിമാർ ഇതിന്റെ ആനി ജോൺ മാത്രം ഒറ്റ ജഡ്ജി ഇത് മുഴുവൻ കേട്ടു. അതൊരു 3 മാസത്തിനിടയിൽ ഇതിന്റെ ട്രയൽ വിചാരണ സ്റ്റാർട്ട് ചെയ്ത് 3 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും. എത്ര സാക്ഷികൾ മൊത്തം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ 32. അതിലൊരു ചോദ്യം, ഈ ലീലാമയിൽ തുടങ്ങി മേരിയിൽ വന്ന് നിൽക്കുകയാണ്. ലീലാമയുടെയും മേരിയുടെയും ബന്ധുക്കൾ മാത്രമാണോ ഇതിനകത്ത് സാക്ഷികളായിട്ട് വന്നത്? അല്ല, ബന്ധുക്കളായിട്ട് ഈ രണ്ടുപേരുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഈ പറഞ്ഞ കൂടെ വർക്ക് ചെയ്ത ആളുകളും അത്തരം ആളുകളാണ്. അവരൊക്കെ ഇദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യാം, അതോടൊപ്പം ഇദ്ദേഹവും ഈ പറഞ്ഞ മിസ് ചെയ്ത സ്ത്രീയുമായിട്ടുള്ള ബന്ധം അത് പറയാ എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള മർഡറിന് ഡയറക്റ്റ് ആയിട്ട് കൊലപാതകത്തിന് നേരിട്ടുള്ള തെളിവുകൾ അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ 3 മൃതദേഹങ്ങളും നമ്മൾ കണ്ടെത്തിയ 3 അത് എവിടെ നിന്നൊക്കെയാ 3 കണ്ടെത്തിയെന്ന് നിങ്ങൾ പറഞ്ഞു? 2 മുഴപ്പിലങ്ങാട് ബീച്ചിൽ കരക്കടിഞ്ഞു, ഒന്ന് തലശ്ശേരി കടപ്പുറത്ത് ഹോസ്പിറ്റലിന് ഭാഗത്തിൽ. അങ്ങനെ 3 മൃതദേഹങ്ങൾ. ഈ 3 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടന്നത് എവിടെയാണ് ശരിക്കും? തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അപ്പൊ അതിന്റെ ഡോക്ടേഴ്സിനകത്ത് വിറ്റ്നസ് ആയി വന്നിട്ട് ഡോക്ടേഴ്സ് സാക്ഷികളാണ്. 3 ഡോക്ടറാണ്. ആ 3 ഡോക്ടർമാരും ഈ കൃത്യമായിട്ട് ഇതേ തരത്തിലാണ് എവിഡൻസ് കൊടുത്തത്. കാരണം ഈ പറഞ്ഞ വെപ്പൺ ഉണ്ടല്ലോ, കല്ല്, ആ കല്ലുകൊണ്ട് ഏറ്റ ക്ഷതമാകാം അപ്പോൾ മരണകാരണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രെയിൻ ഡാമേജ് എല്ലാം പറയുന്നുണ്ട്. സ്കള്ള് പൊട്ടിയിട്ടും ബ്രെയിൻ ഡാമേജും കാര്യങ്ങളും. വേളയിൽ ഇവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വളരെ കൂളായിരുന്നു. വളരെ കൂളായിട്ട് പോലീസുകാർ രാവിലെ കൊണ്ടുവരും, വളരെ കൂളായിട്ട് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡായിരുന്നു. ഫുഡ് കഴിക്കും. ചില ദിവസങ്ങൾ വൈകുന്നേരം 4-5 മണി വരെ എവിഡൻസ് ഉണ്ടാകാറുണ്ട്. എവിഡൻസ് കഴിയുന്നവർ വളരെ കൂളായിട്ട് അവിടെ ഇരിക്കും, ശാന്തമായിട്ട് അവർ കൂടെ പോകും. ഈ കുറ്റസമ്മത മൊഴികളിൽ വേറെ ശ്രദ്ധയിൽപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവന്റെ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വരുന്ന 7 കൊലപാതകത്തിന്റെ ഫയലുകളാണല്ലോ, ആ ഫയലിൽ നിന്ന് കിട്ടിയ മറ്റ് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുള്ളത്, നിങ്ങൾ വിചാരണ വേളയിൽ നിങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചതും അല്ലാത്തതുമായി നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ഈ സംഭവങ്ങൾ എന്തൊക്കെയാണ്? അതിനകത്ത് പ്രധാനമായിട്ട് ഇത് തന്നെയുള്ളൂ. കാരണം ഈ കുറ്റസമ്മത മൊഴിയിൽ എല്ലാ കേസുകളിലും ഒരേ നേച്ചർ. അതിൻ്റെ അകത്ത് ചില കേസുകളിൽ ബസ്സിന്റെ പേര് മാറിയിട്ടുണ്ട്. രാവിലെ ഇത്ര മണിക്ക് ഇന്ന ബസ്സിൽ ഞാൻ പിന്നെ ഇവിടുന്ന് കയറി. ചില കേസുകളിലെന്ന് വെച്ചാൽ ഇയാള് ഈ സ്ത്രീ എന്ന് വെച്ചാൽ ഒരു സ്റ്റോപ്പ് ഒന്നും ഇദ്ദേഹം മറ്റൊരു സ്റ്റോപ്പ് ഒന്ന് കയറിയിട്ടുണ്ട്. പല കേസുകൾ അങ്ങനെയാണ്. ഈ മേരിയുടെ കേസിലാണ് ഒന്നിച്ച് വരികയും ഒന്നിച്ച് കയറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള പല സ്ഥലത്തുമായിട്ട് ഇയാൾ മാറി കയറുകയാണ്. ഞാൻ ഇന്ന സ്റ്റോപ്പിൽ നിന്ന് കയറി, ഇന്ന ദിവസം ഇന്ന ബസ്സിനാണ് വന്നത്. അന്ന് പിന്നെ മൊബൈൽ സംവിധാനം കാര്യമായിട്ടില്ല, കോൺടാക്ട് ചെയ്യാനൊന്നുമില്ല. പിന്നെ പറഞ്ഞ നേരത്തെ ധാരണയാക്കി ആ ധാരണ പ്രകാരം ഇതൊരു ബസ് കയറും, അങ്ങനെ വരികയാണ്. ഈ ബസ് ജീവനക്കാരതിനകത്ത് സാക്ഷികളായിട്ടില്ല. കാരണം അവർക്ക് ആരെ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ബസ് ജീവനക്കാർ ആരും തന്നെ സാക്ഷികളായിട്ട് വന്നിട്ടില്ല. ഒരു കേസിൻ്റെ അകത്ത്, മേരിയുടെ കേസിൻ്റെ അകത്ത് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും, ബിക്കോസ് അത് ആ ബസ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മേരി കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഇവർ രണ്ടുപേരും ഈ സ്ത്രീകൾ കയറിയ ബസ് സ്റ്റോപ്പുകളും നാടുകളും ഏതാ ശരിക്കും?
പേരാവൂരാണോ, ഇരിക്കൂറാണോ, മേൽമുരിങ്ങോടി എന്ന് പറയുന്ന സ്ഥലമാണ്. പേരാവൂരാണെന്ന് എൻ്റെ ഓർമ്മ. മേൽമുരിങ്ങോടി പേരാവൂരാണ്. പക്ഷെ എല്ലാം ഒരു സ്റ്റോപ്പിൽ നിന്ന് തന്നെയല്ല, ഒരു സ്റ്റോപ്പിൽ പല സ്റ്റോപ്പുകളിൽ നിന്നായിട്ടാണ് വന്നിട്ടുള്ളത്. കയറി വന്നിട്ടുണ്ടാകുക, കയറി വന്ന അങ്ങനെയാണ് വന്നിട്ടുണ്ടാകുക. അതിനകത്ത് ഒരു ബസ്സിൻ്റെ അകത്ത് ഈ മേരിന്റെ ബസ്സിൽ മേരി വന്ന ബസ്സിലെ ഡ്രൈവറെയും ക്ലീനറെയും കണ്ടക്ടറെയും ഡ്രൈവറെയും കണ്ടക്ടർ എന്ന് വെച്ചാൽ വിസ്തരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഈ പ്രതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മേരീന്റെ ഫോട്ടോ കാണിച്ച് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ടവരുടെ എല്ലാ സ്ത്രീകളുടെയും ഫോട്ടോ നിങ്ങളുടെ ഫയലിലുണ്ട്? എല്ലാ ഫോട്ടോ ഉണ്ടായിരുന്നു. എല്ലാവരും എങ്ങനെയാണ് ഈ പറഞ്ഞ 35-നും 45-നും ബിറ്റ്വീൻ 35 to 45 അത്യാവശ്യം ഒരു ആരോഗ്യമൊക്കെയുള്ള സ്ത്രീകൾ തന്നെയാണ് എല്ലാവരും. ഇവൻ എപ്പോഴെങ്കിലും ഈ ചെയ്ത സംഭവങ്ങളെ കുറിച്ച് അവനൊരു കുറ്റബോധം തോന്നിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടോ? ഇവന്റെ ഈ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇവനിങ്ങനെ ഓരോരുത്തരെയും കൊല്ലുന്നു, ഇല്ല ഒന്നും പറയുന്നില്ല. അവൻ ആ കാര്യത്തിലൊക്കെ നിസ്സംഗനായിട്ട്, കാരണം ഈ ഓരോ ഇൻസിഡൻസിനെ പറ്റി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവനൊരു മാനസികമായ ഒരു രോഗാവസ്ഥയാണോ? കാരണം ഇതൊരു മാനസിക രോഗമായിട്ടാണ് നമ്മൾ ലീഗൽ സെൻസ് കാണുമ്പോൾ മാനസിക രോഗം. എന്ത് തരം മാനസിക രോഗം അത്? ആ ഗ്രൗണ്ടിൽ അവർ വാദിച്ചോ ഇങ്ങനൊരു മാനസിക അങ്ങനെ ഡിഫൻസ് എടുത്തില്ല. നിങ്ങളിപ്പോ കുറെ കാലമല്ലോ പ്രോസിക്യൂട്ടറായിട്ടും വക്കീലൊക്കെ ആയിട്ടില്ല. ഇങ്ങനെയുള്ള മനുഷ്യരുടെ മാനസിക നിലവാരത്തെ ഏത് ആംഗിളിലാണ് നിങ്ങൾ വിലയിരുത്തുക? ഏത് തരത്തിലുള്ള മാനസിക രോഗമായിട്ടാണ് കാണുക? ഒരു ഹരമാണോ? ഹരമല്ല, അത് എന്തോ തരത്തിൽ റിവെഞ്ച് ആയിട്ടാണ്. കാരണം ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളുടെ, കാരണം അച്ഛനമ്മ ഉണ്ടായിരുന്നുവെങ്കിലും അവര് നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അച്ഛൻ ചിലപ്പോൾ ഇതേപോലെ ഒരു കുഴപ്പക്കാരനായിരിക്കാം, അതല്ലെങ്കിൽ അമ്മ ചിലപ്പോ ദുർനടപ്പുകാരിയായിരിക്കാം. അപ്പോ അമ്മ അങ്ങനെ ആയതിന്റെ പേരിൽ റിവെഞ്ച് അയാൾക്ക് സൊസൈറ്റി ഉണ്ടാകാൻ സാധ്യത. അതായിരിക്കാം ഈ രീതിയിലേക്ക് നയിച്ചത്. എൻ്റെ അമ്മ പലരാലും ഈ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു. അപ്പൊ അതിന്റെ റിവെഞ്ച് ഇയാളെ മനസ്സിൽ വന്നു എന്നറിയില്ല, അതാകാനാ സാധ്യത. പിന്നെ കുടുംബപരമായ പശ്ചാത്തലം വളരെ മോശമായിട്ടുണ്ടാവും, വേഴ്സ് കണ്ടീഷനിലായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമൂഹത്തോടൊരു വിരോധവും ഒരു എതിർപ്പോ ഉള്ളൊരു രീതിയിൽ ജീവിച്ചു വളർന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട് അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. ഒരു കുടുംബം എന്നുള്ള സംവിധാനത്തെ പറ്റി ഇയാൾ ചിന്തിച്ചിട്ടില്ല. കാരണം അയാൾക്ക് ലൈംഗിക ജീവിത കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും അയാൾക്ക് ഏറ്റവും എളുപ്പം, കാരണം സേഫ് എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു കല്യാണം കഴിക്കാൻ കുടുംബമായി ജീവിക്കാമായിരുന്നു. പക്ഷെ അതിലുള്ള താല്പര്യം അയാൾ കാണിച്ചിട്ടില്ല. അപ്പൊ അയാൾ സാമൂഹ്യ പശ്ചാത്തലം അത്ര നല്ലതായിരിക്കാൻ സാധ്യതയില്ല. പേരിട്ടത് ശരിക്കും ആരാ ആ കാലത്ത് വാർത്തയിൽ? അല്ല, പോലീസ് കൊടുത്തൊരു ടൈറ്റിലാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഒരു റിപ്പർ പറഞ്ഞിട്ട് വേറെ കാസർഗോഡ് ഒരു സീരീസ് ഓഫ് മർഡർ നടന്നിട്ടുണ്ട്. കാരണം ഈ ചുറ്റി കൊണ്ട് തലക്കടിച്ച് 3 പേർ. അപ്പോ അതുപോലെ കരിങ്കല്ലുകൊണ്ടാണ്. അപ്പൊ ആ ഒരു തലക്ക് അടിച്ചിട്ട് കൊലപാതകം ചെയ്യുക എന്നാൽ ആ ഒരു മോഡസ് ഓപ്പറാൻഡി, അതിന്റെ പേരിലാകാം റിപ്പർ എന്നുള്ള ടൈറ്റിൽ പോലീസുകാർ കൊടുത്തു. ആ പോലീസുകാർ കൊടുത്ത ടൈറ്റിൽ ഞങ്ങളും കെയർ ചെയ്തു. അങ്ങനെയാണ് ആ വിചാരണ വേളയിൽ ഈ 33 സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കി കോടതി 32 അതിനകത്ത് ഗിവണപ്പായ എത്ര സാക്ഷികൾ ഉണ്ടാവും? ഹോസ്റ്റലായ എത്ര സാക്ഷികൾ ഉണ്ടാവും? ഹോസ്റ്റലായിട്ട് ആരുണ്ടായി? ഒറ്റ സാക്ഷി എല്ലാ ഒരു നേരത്തെ തന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഹോസ്റ്റലാൻ സാധ്യതയുണ്ട്. പിന്നെ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ചെയ്യും. കാരണം അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കൂറുമാറിയതായിട്ട് സാക്ഷികളൊന്നും ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാത്ത കേസല്ലേ ഇത്? ഈ കേസിൽ ഒരു ദൃക്സാക്ഷി ഇല്ല, വെറും സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചിട്ടാണ് കോടതി ഇതിനകത്ത് സാഹചര്യത്തിലും പിന്നെ ഈ കുറ്റസമ്മതം വഴിയും മാത്രമാണ് ഇതിനകത്ത് അതിനെ കോടതിക്ക് റിലൈ ചെയ്യാം എന്ന് വന്നു. അത് വെച്ചിട്ട് കോടതി ഇതൊരു റയറസ്റ്റ് ആയിട്ടുള്ള കേസാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അത് വെച്ചിട്ട് നെക്ക് വിധിക്കുന്നത്. ഇതിനകത്ത് കോടതി മാർക്ക് ചെയ്ത പ്രധാന എവിഡൻസുകൾ, നിങ്ങളിപ്പോ ഇന്ന സാക്ഷികൾ ഇന്ന മൊഴികളാണല്ലോ കോടതി എടുത്തിട്ടുണ്ടാകുക. അങ്ങനെ എടുത്ത മൊഴികൾ ഏതൊക്കെയായിരിക്കും? ഈ 7 സ്ത്രീകളെ കൊന്ന ഒരുത്തനെതിരെ കോടതി മാർക്ക് ചെയ്യും, വിധി ജഡ്ജ്മെന്റിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന കാരണങ്ങൾ കൊണ്ട്. അതിനകത്ത് ഏറ്റവും ഒരു ഇഫക്റ്റീവായിട്ട് കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ മൊഴിയാണ്. കാരണം കുട്ടി കുറച്ചൊരു വികാരാധീനായിട്ടാണ് കുട്ടി കൊടുത്ത എവിഡൻസ്. ആ എവിഡൻസ് ഒരിക്കലും ഒരു കോടതിക്ക് ഒരു വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി 9ാം ക്ലാസ്സുകാരൻ സ്വന്തം അമ്മയെ കൊന്ന കേസ്. അപ്പൊ അതിൻ്റെ അകത്ത് ഉള്ളത് 100% റിയൽ ആണ്, ട്രൂ ആണ് എന്നൊരു ഫീല് കോടതിക്ക് ഉണ്ടായിരുന്നു. അത് വെച്ച് അതിനെ ശരിക്കും ജഡ്ജ്മെന്റ് അകത്ത് മെയിനായിട്ട് എൻ്റെ പോയിന്റും അത് തന്നെയായിരുന്നു. ആ കുട്ടീൻ്റെ വികാരവും കുട്ടീൻ്റെ കൊടുത്ത എവിഡൻസിന്റെ സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കോടതി സാധാരണ അത് അണ്ടർലേബിൾ അല്ല, വിശ്വസിക്കേണ്ട കാര്യമല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ ടെലിഫോൺ കോൾ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടും, CCTV കാര്യങ്ങൾ. അന്ന് അതൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. അപ്പൊ മറികടക്കാൻ മാത്രമുള്ള കൂടെ ജോലി ചെയ്ത സ്ത്രീകളുടെ എവിഡൻസ് അതിൻ്റെ അകത്ത് ഇയാളും ഈ പറഞ്ഞ മിസ് ചെയ്തായി പറഞ്ഞ സ്ത്രീകളുമായിട്ടുള്ള അയാളുടെ പേഴ്സണൽ രീതി ഉണ്ടല്ലോ, അദ്ദേഹം വളരെ ക്ലോസ് ആയിരുന്നു, ക്ലോസ് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് തന്നെ മെയിനായിട്ട് റിലൈ ചെയ്തത്. കാരണം സാക്ഷിയുടെ മൊഴി, ഇദ്ദേഹവും ഈ പറഞ്ഞ സ്ത്രീകളുമായിരുന്നു നല്ല ബന്ധമായിരുന്നു, അതുകൊണ്ട് ഇദ്ദേഹം തന്നെയായിരിക്കും. പിന്നെ എന്താ വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ഇവരിപ്പം 3 ബോഡി കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ബോഡിയും കടൽ തീരത്ത് അടിയുമ്പോൾ അത് പോലീസ് അതിനൊരു എഫ്ഐആർ ഇടും, അതിനൊരു ഒരു അജ്ഞാത മൃതദേഹം. ഈ 7 ബോഡിയും തിരിച്ചറിയുന്നുണ്ടോ ശരിക്ക്? 7 മൃതദേഹങ്ങൾ കാണുന്നില്ല, 4 എണ്ണം കിട്ടിയിട്ടില്ല. ഇത് ആരതാണെന്ന് തിരിച്ചറിയുന്നില്ല. ഈ 3 ബോഡി ആ സമയത്ത് ആദ്യം തിരിച്ചറിയുന്നില്ല. എന്നിട്ട് പിന്നീട് പോലീസിന്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വന്നല്ലോ. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വന്ന സമയത്ത് മാത്രമേ ഇത് ഇന്നയാളായിരുന്നു എന്ന് തിരിച്ചറിയുന്നുള്ളൂ. ഈ പ്രതിയെ പിടിക്കുന്നവരെ ഈ ബോഡി ഒന്നും തിരിച്ചറിയില്ല. ഇല്ല, ഈ 3 ബോഡി കരക്കടഞ്ഞ ബോഡി. പക്ഷെ അന്ന് അതിനുശേഷം ഈ മേരിയുടെ അടക്കമുള്ള ബോഡി എന്ന് വെച്ചാൽ പിന്നെ അൺനോൺ എന്ന രീതിയിൽ എന്ന് വെച്ചാൽ ക്രിമേറ്റ് ചെയ്യാണ്. കാരണം കുറച്ച് അഴുകിയ രീതിയിലാണല്ലോ ഇത് കിട്ടുന്നത്. അത് അൺനോൺ എന്ന രീതിയിൽ വെച്ചാൽ പോലീസ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കും, പത്രത്തിൽ കൊടുക്കും, എല്ലാം ചെയ്യും, ഫോട്ടോസ് ഒക്കെ എടുക്കും. പക്ഷെ എന്താ വെച്ചാൽ ഇത് ആളുകൾ എന്താ വെച്ചാൽ ഇത് ഇന്ന ആളാണ് മരിച്ചത് എന്നത് തിരിച്ചറിയുന്നില്ല. അങ്ങനെ സാധാരണ തിരിച്ചറിയില്ല. ഈ 3 സ്ത്രീകളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നീട് ഈ ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോഴാണ് ഇത് ഇന്ന സ്ത്രീയാണ്, ഇത് മേരിയാണ്, ഈ മേരിനെയാണ് ഇയാൾ കൊണ്ടുപോയത്, ഇത് ലീലാമയാണ്, ഈ ലീലാമയാണ് ഇത് കൊണ്ടുപോയത് എന്നറിയാം. അപ്പൊ പോലീസിന്റെ എഫേർട്ട് ഇതിനകത്ത് വലിയ ഫാക്ടറായി വന്നത്. ഈ 3 ബോഡിയും കരക്കടിഞ്ഞു. ലീലയുടെയും ഈ പറയുന്ന മേരിയുടെയും മറ്റേ 3ാമത്തെ സ്ത്രീയുടേതുമാണെന്ന് ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അജ്ഞാത മൃതദേഹങ്ങളായി പോലീസ് സംസ്കരിച്ചു. കണ്ണൂർ ജില്ലയിൽ തന്നെയല്ലേ അത്? ആണ്. പക്ഷെ ഈ പറയുന്ന സംവിധാനങ്ങളില്ല. അന്ന് ജസ്റ്റ് പോലീസ് ഫോട്ടോ എടുക്കും, അതിനുശേഷം 2-3 ദിവസം വെച്ച് പത്രങ്ങളിൽ കൊടുക്കും, തിരിച്ചറിയില്ല. പിന്നെ കൂടുതൽ ദിവസം വെക്കാൻ കഴിയില്ലല്ലോ. അടയാളങ്ങൾ ഉണ്ടാവുമല്ലോ, കാലിന്, പിന്നെ കഴുത്തിന്, ചെവിയിൽ ഇങ്ങനെ അടയാളം പറഞ്ഞിട്ടില്ലേ? ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും മാസ്റ്ററിനകത്ത് വെക്കും. പക്ഷെ ഇതുവരെ അന്നേരം ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കാണുന്നില്ല എന്നുള്ള എഫ്ഐആർ ഉണ്ടാവൂലേ? ഇല്ല. ഇത് തമ്മിൽ ലിങ്ക് ചെയ്യില്ല. എഫ്ഐആർ ഉണ്ട്. എഫ്ഐആറിൽ പിന്നെ കണ്ടെത്തിയില്ല. ആള് മാൻ മിസ്സിംഗ് ഒരു ഫോർമലായിട്ട് എന്ന് വെച്ചാൽ എഫ്ഐആർ ഇഷ്യൂയും അവിടെ വെക്കും. മാൻ മിസ്സിംഗ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ഈ ബോഡി കിട്ടുമ്പോൾ അത് തമ്മിൽ മാച്ച് ചെയ്ത് നോക്കൂലേ പോലീസ്? വലിയ എഫേർട്ടൊന്നും പോലീസിന് ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ 3 അജ്ഞാത മൃതദേഹം അത് 3ഉം ദഹിപ്പിച്ചു. മാൻ മിസ്സിംഗ് അത് 3 എഫ്ഐആറുകള്, 7 എഫ്ഐആറുകൾ മാത്രം പോലീസ് സ്റ്റേഷൻ കിട്ടി. അതവിടെ വെച്ചു. 1 ഇയർ കഴിഞ്ഞതിന് ശേഷം അത് ക്ലോസ് ചെയ്തു. മാൻ മിസ്സിംഗ്, ആളെ കാണുന്നില്ല, അവിടെ തീർന്നു. അത്ര മോശമാണ് ഒരു ഭാഗത്ത് പോലീസ് അല്ലെ? ഒരു 2 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 7 സ്ത്രീകളെ കാണാതായി എന്നുള്ളത് എഫ്ഐആർ ഉള്ളപ്പോൾ ഇത് മന്ത്രി പോലീസ് കോൺഫറൻസിലും എല്ലാം ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അത്ര എഫക്റ്റീവായി വന്നിട്ടില്ല. ഓരോ കൊലപാതകവും നടക്കുമ്പോ ഒരു ഗ്യാപ്പ് എത്ര വരുന്നുണ്ട്? ഈ 7 കൊലപാതകവും എത്ര നാളിനുള്ളിൽ നടത്തിയതായിട്ട് പറയും? ഗ്യാപ്പ് ഉണ്ട്. കാരണം അറൌണ്ട് 6 ഇയേഴ്സ്. കാരണം 91 മുതൽ 97, 96 വരെയുള്ള കാലഘട്ടം, 5 വർഷം 6 വർഷം ഗ്യാപ്പിനിടയിലാണ് ഇതൊക്കെ 7 പേരെയും കൊല്ലുന്നത്. അപ്പോ ഈ 7 പേരെ കാണാൻ ഓരോ സ്ഥലത്തും കാണാതായി. ബന്ധുക്കൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും, അവരൊരു എഫ്ഐആർ ഇടും, അവിടെ വെക്കും. പക്ഷെ ഇത് ഇവൻ തന്നെ ആ സമയത്ത് എന്ന് വെച്ചാൽ ഇദ്ദേഹം വളരെ ലൈവ് ആക്റ്റീവായിട്ട് എന്ന് വെച്ചാൽ അടുത്ത കോറിയിലെ എല്ലാ പണികളിലും ഈ പറഞ്ഞ അന്വേഷണത്തിലും ഒക്കെ ഇവർ പാർട്ടായി നിൽക്കുന്നുണ്ട്. ഇവനും സജീവമായിട്ടുണ്ട്. അദ്ദേഹം സജീവമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ആരും സംശയിക്കേണ്ടി വരുന്നില്ല. പിന്നെ കിട്ടിയ ബോഡി എന്ന് വെച്ചാൽ അൺഐഡന്റിഫൈഡ് ആണെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ പോലീസ് കൊണ്ടുപോയി സംസ്കരിക്കുന്നു. അപ്പൊ അവരുടെ ഫോട്ടോ, ആ ബോഡി സംബന്ധിച്ച ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് പോലീസ്. ഈ തലശ്ശേരിയിൽ ഈ 3 ബോഡി, ലീലയുടെയും മേരിയുടെയും 3 സ്ത്രീകളുടെയും ബോഡി, 2 ബോഡി മുഴപ്പിലങ്ങാട്, 1 ബോഡി ഗോപാൽപേട്ടയും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഈ തലശ്ശേരി സറൗണ്ടിങ്ങിൽ ഈ 3 ബോഡി കിട്ടുന്നത് എത്ര നാളിനുള്ളിലായിരിക്കും? അപ്പൊ അങ്ങനെ 3 ബോഡി കിട്ടുമ്പോൾ 2 or 3 years ഇടയിലായിരിക്കും. അങ്ങനെ കാണുള്ളൂ. അടുപ്പിച്ചടുപ്പിച്ചാണെങ്കിൽ ഇതൊരു സംശയം വരണ്ടുള്ളൂ. ഇത് ഒന്ന് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബോഡി കിട്ടും. അത് വേറെ സ്ഥലത്ത് നിന്ന്. ഇതിപ്പം ഈ ഇരിക്കൂർന്നാണോ പേരാർന്നുള്ള സ്ത്രീയാണോ എന്നൊന്നും ആർക്കും അറിയുന്നില്ലല്ലോ. ഒരു ബോഡി കിട്ടി, കരക്കടിഞ്ഞു, ആളെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, ക്രിമേഷൻ നടക്കുന്നു. ഇപ്പോഴത്തെ പോലെ എന്ന് വെച്ചാൽ മൊബൈലിനകത്ത് ഫോട്ടോ വാട്സപ്പിൽ അയക്കലും ഒരു പരിപാടിയില്ല. സിംപ്ലി അതായത് മിസ് ചെയ്തു, ഒരാള് കാണാണ്ടായി. അത് വീട്ടില് കുടുംബ പ്രശ്നത്തിന്റെ പേരിലെന്ന് വെച്ചാൽ അവള് പോയി. പിന്നെ ആർഡിഒലൊക്കെ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആർഡിഒ ഇതിനൊക്കെ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ അച്ഛാമൃതം കിട്ടുമ്പോഴേ അതിനൊക്കെ രേഖകളും ഫോട്ടോസും എവറിത്തിങ് ആർഡിഒയിൽ സൂക്ഷിക്കണം, സബ് കളക്ടർ ഓഫീസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഈ കൺഫെസേഷൻ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ, ഇദ്ദേഹത്തിന് കുറ്റസമ്മതം വന്നപ്പോ പോലീസ് ആദ്യം പോകുന്ന ഇവിടത്തേക്കാണ്, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ. അപ്പൊ അതിലാണ് 3 എണ്ണം കിട്ടുന്നത്. 3 അൺഐഡന്റിഫൈഡ്
ബോഡി സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം കിട്ടുന്നു, പലതവണ കൊടുത്തായി കിട്ടുന്നു. അപ്പൊ അതിലുണ്ടായിരുന്ന ഫോട്ടോസും ഈ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഇതൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞ ലീലാമ്മ ആണ്, ഇന്ന ഫോട്ടോയിൽ കാണുന്ന ആൾ ഇന്നയാളാണ്. അത് ഇദ്ദേഹത്തെ തന്നെ ചോദ്യം ചെയ്തിട്ട് യെസ് ഇതാണ് ലീലാമ്മ എന്ന് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ബന്ധുക്കളെ കാണിച്ചിട്ട് ഈ ഫോട്ടോ കാണിച്ചിട്ട് യെസ് കൺഫർമേഷൻ ആക്കുന്നത്. ഇതൊരു ചെറിയ സംശയം. ഇപ്പൊ ഈ പോലീസ് തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ബോഡിയെല്ലാം 3 പോസ്റ്റ്മോർട്ടം ചെയ്തത്. അപ്പൊ ഈ 3 മൃതദേഹത്തിന്റെ മുറിവുകളുടെ സമാന സ്വഭാവമുള്ള റിപ്പോർട്ടുകളായിരിക്കുമല്ലോ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായത്. ആരും ഇതൊരു ക്രോസ് വെരിഫിക്കേഷൻ നടത്തൂല. ഈ 3 എഫ്ഐആറുകൾ ഇതിന്റെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഈ ഫയലിൽ ഉണ്ടാവുമല്ലോ. അജ്ഞാത മൃതദേഹം സംസ്കരിച്ചിട്ട് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കോടതിയിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൊടുക്കും. അപ്പോൾ സമാനമായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആയിരിക്കില്ല ഇതിനകത്ത് ഉണ്ടാകുക. ആണ്. പക്ഷെ എന്താ വെച്ചാൽ അതൊരു 2-3 വർഷങ്ങൾക്കിടയിലല്ലേ, അതിനിടയിൽ ഒരുപാട് ഇൻസിഡൻസ് നാട്ടിൽ നടക്കുന്നില്ലേ. അപ്പൊ ഒരിക്കലും അതുകൊണ്ട് തന്നെ ആരും ഇത് ശ്രദ്ധിക്കാം. കാരണം ഇതോടൊപ്പം ഇത് അൺഐഡന്റിഫൈഡ്, അതോടൊപ്പം ഒരുപാട് പിന്നെ തൂങ്ങി മരിച്ചതും കിണറ്റ് ചാടിയതും ആ തരത്തിൽ തീ കൊടുത്തതായിട്ട് ഒരുപാട് ഡെത്ത് വരുന്നുണ്ടല്ലോ. അതൊക്കെ ഇതേ രീതിയിലാണ് കോടതിയിലെത്തുക. വിഷം കഴിച്ചു മരിക്കുക അല്ലെങ്കിൽ എണ്ണം വളരെ കുറഞ്ഞില്ല. ആളുകളുടെ ജീവിത നിലവാരം ഉയർന്നപ്പോ ആളുകള് പിന്നെ ഭാര്യയും ഭർത്താവും അടി കൂടിയിട്ട് ഭർത്താവ് ആത്മഹത്യ സിറ്റുവേഷൻസ് മുഴുവൻ ഉപേക്ഷിച്ചു പോകാന്നുള്ള നിലക്ക് ആദ്യം വന്നു. ഒരാളും മരണം തെരഞ്ഞെടുക്കില്ല, അത് ചൂസ് ചെയ്യുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിന് കാരണമായിരുന്നു. അങ്ങനെ നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബാക്കിയുള്ള കോമൺ ഫാക്ടർ പോലെ മറ്റുള്ള കേസുകൾ വരുന്നത് സംവിധാനത്തിൽ വീഴ്ചയുണ്ട്. ഒരുപാട് വലിയ നമുക്കൊരിക്കലും ഒരു ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവമില്ല ഒരു രീതിയിലും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഇന്നിപ്പോ എന്താ വെച്ചാൽ മൊബൈലിൽ പിന്നെ ഫോട്ടോ കൊടുക്കാനും അത് സർക്കുലേറ്റ് ചെയ്യാനും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇവർ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന കണ്ടുന്നു ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് സംവിധാനം. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഏത് ആളുകളെടുത്തും മൊബൈലിനകത്ത് ആളില്ലല്ലോ. അപ്പൊ ആ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് ഇതൊന്നും ഒരു സംവിധാനം ഇല്ലല്ലോ. ഈ 7 കൊലപാതകം 2 പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും കാസർഗോഡ് തെറ്റും ഇത് 3 ഈ 3 അന്വേഷണ ഏജൻസികൾ ഒന്നിച്ചാണ് റിപ്പോർട്ട് നൽകുന്നത്. 3 ഒറ്റ ഏജൻസിയിലേക്ക്. ഈ കേസുകളിൽ ഈ 7 മർഡർ കേസുണ്ട്, അതിൻ്റെ അകത്ത് ഒറ്റ ടീമേ വരുന്നുള്ളൂ. മോഷണം ഇതിനകത്ത് വരുന്നില്ല. ഇല്ല, അത് വേറെ പോയി. മോഷണ കേസ് സെപ്പറേറ്റ് ആയിട്ട് അവിടെ പിന്നെ അതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് പ്രത്യേകമായിട്ട് വിചാരണ നടന്നു. അവിടെ അതിൻ്റെ അകത്ത് അയാൾ ശിക്ഷിക്കപ്പെട്ടു. ഇയാൾ ജയിലിൽ കിടക്കുന്ന സമയത്താണ് അതിന്റെ ട്രയൽ നടക്കുന്നത്. ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സമയത്താണ് അതിന്റെ വിചാരണ നടക്കുന്നത്. അപ്പൊ അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പാരലായിട്ട് ഇതിന്റെ അകത്ത് വെച്ചാൽ ഒറ്റ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ 7 കൊലപാതകത്തിന് ഒറ്റ അത് 2 പോലീസ് സ്റ്റേഷനിലെ ഇരിക്കൂറും ഇല്ല. അതെന്താ വെച്ചാൽ CIമാരുടെ ഡിഫറെന്റ് പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷൻ ടീം ഒന്നാകാം. ഒരേ കേസ് ആകുമ്പോൾ ചെയ്യാൻ പറ്റും. എന്നാലും 7 കൊലപാതകം ഒരുമിച്ച് വരുമ്പോൾ അതിനൊരു ചെയ്യും. അത് ഒരു ടീം മാത്രം ചെയ്താലേ പറ്റുള്ളൂ. അതർവൈസ് അതിൻ്റെ അകത്ത് കോൺട്രഡിക്ഷൻസും പ്രതി രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ വേറെ ഏതെങ്കിലും ജില്ലയിൽ ജോലി ചെയ്തതായിട്ട് പറയുന്നുണ്ടോ? കർണാടകയിൽ എവിടെയോ ഇയാൾ കുറച്ചു കാലം ജോലി ചെയ്തു. അവിടെ സമാനമായ എന്തെങ്കിലും സംഭവം ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. കർണാടക കൊണ്ട് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. പോലീസ് പോയിട്ടുണ്ട്. എവിടെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. കർണാടകയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തലശ്ശേരി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈ മേൽമുരുകളിലെ ഈ 4-5 കോറികൾ, പിന്നെ ഈ പറഞ്ഞ കടൽപ്പുറം, പിന്നെ ചിത്രവാണി ടാക്കീസ്, പാരീസ് റെസ്റ്റോറന്റ്, പിന്നെ വിക്ടോറിയ പിന്നെ ബാറ്, അത്ര സ്ഥലങ്ങൾ. കാരണം മദ്യം വാങ്ങിക്കുന്ന അവിടെ നിന്നാണ്. അത്ര സ്ഥലങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് മാത്രമേ. ഈ മദ്യക്കുപ്പികൾ കണ്ടെടുക്കും അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ സാധാരണ അക്കാലത്തൊക്കെ അങ്ങനെ സൈറ്റ് വിസിറ്റ് ഉണ്ടോ പ്രോസിക്യൂട്ടർമാർ? എന്റെ കേസിന്റെ എവറി കേസ്, അത് മർഡർ കേസാണ്, പ്രത്യേകിച്ച് മർഡർ കേസ്, റേപ്പ് കേസ് നിർബന്ധമായിട്ട് ഞാൻ സൈറ്റ് വിസിറ്റ്. ഈ കൊലപാതകം നടന്ന ഈ സ്ഥലത്ത് മാത്രമാണോ ഈ നിങ്ങൾ വിസിറ്റ് ചെയ്തത്? വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും? ഇല്ല. മറ്റുള്ള സ്ഥലത്ത് പിന്നെ പോകേണ്ടി വരുന്നത് ഈ കോറികളിലാണ്. പക്ഷെ കോറികൾക്ക് പ്രസക്തിയില്ല. 7 സ്ത്രീകളെയും ഒരേ പാറക്കെട്ടിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, ഒരേ പാറക്കെട്ടിൽ വെച്ച് കൊല. അങ്ങനെയാണോ? അതൊരു ബെഡ് പോലെയാണോ ശരിക്കും ആ പാറ? ഒരു കിടക്കാം, സൗകര്യമായിട്ട് കിടക്കാൻ പറ്റുന്ന. ചുറ്റും കാടാണോ അതേ പാറയാണോ? പാറയാണ്. ചുറ്റും പാറ അല്ല, ഒരു ഭാഗത്ത് മുഴുവനായിട്ട് കടല്, മറ്റേ ഭാഗത്ത് വെച്ചാൽ വളരെ ഉയരത്തിലുള്ള മതിലല്ലേ, മണ്ടിട്ടല്ലേ, ഈ ഹൈവേ കടന്നു പോകുന്ന ഇപ്പുറത്തെ ഭാഗത്ത്. അപ്പൊ ഒരാൾ ഇവരെ കാണും. കൃഷ്ണനാര വക്കീലിന്റെ വീടിന്റെ ഒക്കെ പിൻഭാഗത്തായിട്ട് വരുന്ന പാടെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരാൾക്കെന്ന് വെച്ചാൽ ചെന്ന് നോക്കാൻ പറ്റുന്ന സ്ഥലമല്ല. നോക്കിയാലും കാണൂല. ആരും അങ്ങോട്ട് ഇറങ്ങിയില്ല. എത്ര മണിക്കാണ് ഇവൻ? സന്ധ്യ മയങ്ങിയിട്ടാണ് അവിടെ പോകുന്നത്. സന്ധ്യ, അതായത് ചിത്രവാണി ടാക്കീസ് നേരെ ഇറങ്ങും. ഇറങ്ങി നടന്നിട്ടാണ് കോടതിക്കേക്ക് വരുന്നത്. അപ്പൊ ആ സമയമാകുമ്പോൾ സന്ധ്യയാവും. സന്ധ്യയാവും. പിന്നെ അവിടെ പോയി നേരെ വിക്ടോറിയ പോയി. ഭക്ഷണം വാങ്ങുന്നുണ്ട്.
ഭക്ഷണവും Food മദ്യവും വാങ്ങി- ഭക്ഷണവും വാങ്ങും, വാങ്ങിക്കുന്നുണ്ട്. രണ്ടും ഒരുമിച്ച് ആ, വാങ്ങും, വിക്ടോറിയ തന്നെ എന്നിട്ട് വാങ്ങും. എന്നിട്ട് ആ, അവിടുന്ന് കഴിക്കും, കടപ്പുറത്ത് കഴിക്കും. ഉം. മദ്യത്തിന്റെ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ. അവിടുന്ന് അതാ ബന്ധപ്പെടും. ഇവൻ പറയുന്നുണ്ട്, ആദ്യം മദ്യപിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഭക്ഷണവും കഴിച്ച് ലൈംഗിക ഇല്ല ബന്ധത്തിൽ, അങ്ങനെ ഇല്ല തന്നെ ഇല്ല പറയുന്നത്. എങ്ങനെ ഇല്ല പറയുന്നത്, അങ്ങനെ എങ്ങനെ പറയുന്നത്? കാരണം മദ്യം വാങ്ങിക്കാറുണ്ട്, മദ്യപിച്ച് അവിടെ പിന്നെ പാറപ്പുറത്ത് പോവും, ഉം. അവിടുന്ന് ഭക്ഷണം കഴിക്കും, ഉം. മദ്യപിക്കാറുണ്ട്, ഉം. അതിനുശേഷം ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്. അല്ല, പാറപ്പുറത്തിരുന്നാണോ മദ്യപിച്ച്, അത് ബാറിൽ നിന്ന് പാറപ്പുറത്ത് പാറപ്പുറത്തിരുന്നു? പാറപ്പുറത്ത് ഈ പാറ അതിന് ഈ സ്ത്രീ കണക്കായിട്ട് അതിന് കണക്കായിട്ടില്ല. 7 സ്ത്രീകളെ കൊന്ന ഒരു ആ, പാറയുണ്ട് പാറ ഇപ്പൊ അതൊരു സ്മാരകമായിട്ട് വെക്കേണ്ട സ്ഥലമാണ്. അവിടെ ഉണ്ട് അല്ലേ? അത് ശരിക്കും സ്മാരകമാക്കി മാറ്റണ്ടേ? ഈ ഇത്രയും വലിയൊരു ഭീകരൻ അല്ലേ ചെയ്തൊരു സ്ഥലമായിട്ട് അത് നമ്മുടെ ഈ തലശ്ശേരി, ഉണ്ട്. അത് നീതി ന്യായ അതിപ്പോഴേ ആ സംവിധാനം. സിറ്റീസ് അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതെ. ഇപ്പൊ ആളുകൾ എന്ന് വെച്ചാൽ അത് ഇപ്പൊ അവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടല്ലോ, ആ. ആ റെസ്റ്റോറന്റ് ഉള്ളിലൂടെ എന്ന് വെച്ചാൽ താഴേക്ക് ഇറങ്ങി പോകാനല്ലോ. ആ. ഇപ്പൊ ആളുകൾ എന്ന് വെച്ചാൽ സുഖമായിട്ട് അതിനെ വരെ പോയി ഇരിക്കുകയും എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ട്. സെന്റിനറി CB പാർക്കിന്റെ താഴെ ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിച്ചു പോകേണ്ട 7 അവരുടെ സ്ത്രീകളാണ് അല്ലെ ആത്മാക്കൾ ഒരേ ലെവലിൽ കരിങ്കല്ലെടുത്ത് തലക്കടിച്ച് കൊന്നിട്ട് നേരെ കടലിലേക്ക് എടുത്ത് എറിയ ഒരു മനുഷ്യല്ലേ അവന്. അതിനകത്തെ കരിങ്കല്ല്. കാരണം നിങ്ങൾ അവനെ ക്രോസിൽ ഇതിൽ ചോദിച്ചിട്ടില്ല, നിങ്ങൾ അവനെ ക്രോസ് ചെയ്യുമല്ലോ, നിങ്ങൾ ഈ പ്രതിനെ ക്രോസ് ചെയ്യാൻ സ്കോപ്പ് ഇല്ലല്ലോ. ഇല്ല. അല്ല, പ്രതിയോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കൂലേ? ഇല്ല ഇല്ല ഇല്ല, പ്രതിയുടെ കൂട്ടാണ് കൊല്ലുള്ളൂ. അല്ല, നിങ്ങളുടെ ഭാഗത്ത് അവനോട് ഇത് കാര്യങ്ങൾ ചോദിക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, ഈ പ്രതി ഒരിക്കലും പ്രോസിക്യൂട്ടർ മുന്നിൽ കിട്ടില്ലല്ലോ. കിട്ടൂല, പ്രോസിക്യൂട്ടർക്ക് കിട്ടൂല. ഇല്ല, പ്രതിക്ക് കിട്ടുന്ന പ്രതിന്റെ വക്കീലിനും അതല്ലെങ്കിൽ കോടതിക്ക് ചോദിക്കാൻ. കോടതിക്കുള്ളില് നിങ്ങളുടെ വിചാരണ വേളയിൽ പ്രതിയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന, കോടതിക്ക് മുന്നേ ചോദിക്കുന്ന ചോദ്യം ഉത്തരം പറയണ്ട. ഇല്ല ഇല്ല ഇല്ല, പ്രതിയോടെ വെച്ചാൽ ലാസ്റ്റ് കോടതി ഈ 313 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ ഒന്നാം സാക്ഷി എന്നയാള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറയാനുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യം ഉത്തരം മാത്രമേ പ്രതിയിൽ നിന്ന് വരൂ. നിങ്ങൾക്ക് സാക്ഷിയിൽ മാത്രമേ ചീഫും സാക്ഷികളെ മാത്രമേ ചോദ്യം ഈ 2 സംഭവങ്ങളിലും അങ്ങനെയാണ് അതിന്റെ നടപടിക്രമം. അതാണ് അതിൽ ഒരു ചോദ്യം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ കോടതി ഇതിനെ കുറിച്ച് പറയൂലോ, ഇന്ന മൊഴികൾ ഇങ്ങനെ പറഞ്ഞു, അതിനോടൊക്കെ ഇവന്റെ പ്രതികരണം എന്തായിരുന്നു? ഒന്നുമില്ല, നിസ്സംഗഭാവം. ഒന്നിനും മറുപടി, ഒന്നിനും ശരിയല്ല എന്നുള്ള ഉത്തരം. അത് വക്കീൽ പറഞ്ഞു കൊടുത്ത പ്രകാരം ശരിയല്ല. അതിനപ്പുറത്ത് വെച്ചാൽ ഒരു ശ്വാസയുടെ ഭാഗത്ത് വന്നിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത്ര നിസ്സംഗതയായിരുന്നു. അതെന്തായിരിക്കും അങ്ങനെ നിസ്സംഗമായി പോകുന്നത്? കാരണം അയാളുടെ ജീവിത പശ്ചാത്തലം അങ്ങനെ ആയിരുന്നിട്ടാവും. ആ കഥാപാത്രം ഒരു മൊത്തം സൊസൈറ്റിയോടുള്ള റിവെഞ്ച് ആയിരിക്കും അയാളുടെ മനസ്സിൽ. അയാളെ ജനിച്ചു പോകുന്ന പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ വെച്ച് സൊസൈറ്റിയോടുള്ള റിവെഞ്ച്, അതിൽ അയാൾക്ക് എന്തെല്ലോ ചെയ്യാൻ സാധിച്ചു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ആയി കിട്ടിയിട്ടുണ്ടാവും. സൊസൈറ്റിയോട് പ്രതികാരം ചെയ്യല്ലേ, അതായിരിക്കാം. എത്ര ദിവസമാണ് നമ്മുടെ വിചാരണ? 3 മാസം. 3 മാസം വിചാരണ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ടില്ല, ഗ്യാപ്പ് ഉണ്ട്. ചില സാക്ഷികളെ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോൾ 2-3 ദിവസത്തെ ഗ്യാപ്പ് വെക്കും. കാരണം പോലീസുകാർ കൊണ്ടുവരേണ്ടതാണല്ലോ. ഒരു 90 ഡേയ്സ് ഏകദേശം ആവറേജ് എടുത്തിട്ടുണ്ട്. 3 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാകുന്നു. പിന്നെ എത്ര ഇവനിപ്പോ ഈ ഇതിനകത്ത് മൊഴികളിൽ എവിടെയെങ്കിലും ഓരോ സ്ത്രീകളുമായിട്ട് ഞാൻ ഇത്ര കാലം പ്രണയത്തിലായിരുന്നു, ഞാൻ ഇത്ര കാലം പ്രണയത്തിന് ശേഷമാണ് ഇവനെ കൊല്ലുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? 3 മാസം 6 മാസം ഇല്ല, പ്രണയത്തിലായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞു. പ്രണയത്തിലായിരുന്നു, ഇവരുമായി പ്രണയത്തിലായിരുന്നു. ആ പ്രണയം നടിച്ചാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ മൊഴി, അങ്ങനെ തന്നെയാണ് മൊഴി. പ്രണയം നടിച്ചാണ് ഞാൻ പ്രണയം നടിച്ച്. ഈ കൊല്ലുന്ന സമയത്ത് അവരുടെ വല്ല ദീനരോധനങ്ങളോ ഇവനോട് എന്തെങ്കിലും പറയുന്നതോ അങ്ങനെ അല്ല. ആ കൊല്ലുന്നത് അവരെന്ന് വെച്ചാൽ ബോധത്തോടെ അല്ല, അവർ ഉറങ്ങി എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ്. ഒന്നുകിൽ മദ്യത്തിന്റെ ലഹരി അവർ അബോധാവസ്ഥയിലാവുകയോ അല്ലെങ്കിൽ ഉറങ്ങുകയോ ചെയ്യുന്ന അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാരും പ്രതികരിച്ചതായിട്ട് ഒന്നും പറയുന്നില്ല. ഈ മുഴക്കാട് കിട്ടിയ 2ന്റെ അകത്ത് വെച്ചാൽ നെയ്ക്കഡ് ആയിരുന്നു, അല്ല 3ന്റെ അകത്ത് ഫുൾ നെയ്ക്കഡ് ആയിരുന്നു. പൂർണ്ണമായും വസ്ത്രം അഴിച്ചു മാറ്റിയ ശേഷം ഇയാളെ ഒരു മോഡസ് ഓപ്പറൻഡി അതാണ്. വസ്ത്രങ്ങൾ പൂർണ്ണമായിട്ട് അഴിച്ചു മാറ്റിയ ശേഷമാണ് ഇയാളെ ബന്ധപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ 3 ബോഡിയിലും വസ്ത്രം ഓർത്തിരിക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ട്. അതിന്റെ അകത്ത് ഒരു വിറ്റ്നസ് പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എവിഡൻസ് ഉണ്ട്. മേരി ഇപ്പൊ ശരിക്കും ഞാൻ കണ്ടത് ഏജ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ നൈബറാണ്. അപ്പൊ ഞാനെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യണ്ടേ, ഐഡന്റിഫൈ വേണ്ടെന്ന് വെച്ചാൽ ഈ ഫോട്ടോസ് കൊടുക്കും. കാരണം 60 ഫോട്ടോസ്. അപ്പൊ ഈ മേരിന്റെ ഫോട്ടോ കൊടുത്തു അദ്ദേഹം വളരെ. അപ്പൊ ഞാൻ ഈ ഒരു പ്രൈവറ്റ് പാർട്ട് മറിച്ചിട്ട് പേപ്പറോട് മറിച്ചിട്ട് ആണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോ അയാൾ കുറെ സമയം ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്ന കേൾക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആനി ജോൺ വളരെ ഹ്യൂമറസ് ആയിട്ട് എവിഡൻസ് എടുക്കുക. ആ ഫോട്ടോ കൊടുക്കും അദ്ദേഹത്തിന്, നോക്കിക്കോട്ടെ വക്കീലെന്ന്. അപ്പൊ ആനി ജോൺ ഇപ്പൊ മാഡത്തിന് അറിയാം ഈ ഫോട്ടോ ഈ രീതിയിലുള്ള ഫോട്ടോ ആണെന്ന് മാഡത്തിന് അറിയാം. ബിക്കോസ് പ്രോസിക്യൂഷൻ ഫയലിലുണ്ടല്ലോ, കോടതി ഫയലിലുണ്ടല്ലോ ഈ ഫോട്ടോസ്. കൊടുത്തേക്ക് വക്കീലെന്ന് പറഞ്ഞു. പ്രോസിക്യൂട്ടർ അത് ഫോട്ടോ അദ്ദേഹത്തിന് കൈ കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുത്ത അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു 6-7 ഫോട്ടോ ഉണ്ട്, ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ആസ്വദിച്ച്. അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞു മനസ്സിലായോ, മേരിയെ കണ്ടു മനസ്സിലായില്ലേ നിങ്ങൾ നെയ്ബറില് തൊട്ട് നെയ്ബറില്? ആ മേരിയെ ഇപ്പൊ ശരിക്കും ഞാൻ കണ്ടു. എന്റെ ദൈവമേ, ഒരു ഇൻട്രസ്റ്റ് വിറ്റ്നസ് ആയിരുന്നു. കോടതിയിൽ എല്ലാരും പൊട്ടിച്ചിരിച്ചു പോയിട്ടാണ് ചിലപ്പോ. ഒരു 7 കൊലപാതകത്തിന്റെ വിചാരണ നടക്കുമ്പോഴായിരിക്കും വളരെ കൂളായിട്ട്. വയസ്സുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഒരു 75.
അദ്ദേഹത്തിന്റെ ഐഡന്റിഫിക്കേഷൻ എന്റെ നൈബറാണ്, ഏരിയ എനിക്കറിയാം. ലീനയുടെ കാര്യത്തിൽ അങ്ങനെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. ലീനയുടെ കാര്യത്തിൽ വെച്ചാൽ അവരുടെ റിലേറ്റീവ് വന്നു, ഇങ്ങനെ സിസ്റ്ററാണ്, സിസ്റ്ററോ അങ്ങനെ എന്തോ ഒരു അടുത്ത ബന്ധുവാണ്, അങ്ങനെ ഐഡന്റിഫിക്കേഷൻ ഉണ്ടായത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ആ കോറിയുടെ ഉടമ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, പിന്നെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ഇന്നയാളാണ് എന്ന് പറഞ്ഞ് തിരിച്ചറിയുന്നു. ഈ പ്രതിയെ നമ്മളിപ്പോ ഈ വിചാരണ നടത്തി തെളിവുകൾ ശേഖരിച്ചു, ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തും കോടതി, അല്ലെ? ആദ്യ ദിവസം അതല്ലേ? അത് കഴിഞ്ഞ് ഇവനോട് കോടതി ചോദിക്കൂലേ? അന്ന് ആദ്യ ദിവസം തന്നെ ശിക്ഷ ഒറ്റയടിക്ക് പറഞ്ഞില്ല, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അതിനുശേഷം പിന്നെ പിറ്റത്തെ പോസ്റ്റിംഗിൽ ശിക്ഷയെ കുറിച്ചൊന്നും പറയാണ്ടോ, ശിക്ഷയെ കുറിച്ച് പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി എന്താ? ഒന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു. നിരപരാധിയാണെന്നും പറയുന്നില്ല, നിസ്സംഗമായ ഭാവത്തിൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് നോട്ട് ചെയ്തിട്ട് പിന്നെ എത്ര സമയം കഴിഞ്ഞിട്ടാണ് വിധി പറയുന്നത്? അതിനുശേഷം കോടതി പിരിഞ്ഞു. എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷത്തേക്ക് അവന് കൺസിഡർ ചെയ്തതിന്റെ ഓർമ്മ. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കോടതി ഇരുന്ന ശേഷം എന്താ വെച്ചാൽ ഇങ്ങനെ ഈ നേച്ചർ ഓഫ് ദ ഒഫൻസ് പറഞ്ഞു. അതിനുശേഷം മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അത് എനിക്ക് അതിലൊരു വിഷയമുണ്ട്, കൺകറന്റ് ആവൂല. ഈ ഒറ്റ ശിക്ഷ മാത്രമാണോ ജീവപര്യന്തവും നെക്കെല്ലാം കൂടി ഒരുമിച്ചാണോ പറയുന്നത്? എല്ലാം ഓപ്പൺ കോർട്ട് പ്രൊനൗൺസ് ചെയ്താൽ മാത്രമേ. അതിനുശേഷം ഇന്ന വകുപ്പിന്റെ അകത്ത് ഇത്ര കൊല്ലം അത് ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റും, കുറച്ച് ഓർമ്മയില്ല. ഇതുണ്ടോ, നഷ്ടപരിഹാരം ഉണ്ടോ? ആർക്കും ബന്ധുക്കൾക്കും വധശിക്ഷ വിധിക്കും. സാധാരണ ഈ വധശിക്ഷ വിധിച്ചാൽ ഈ പേന കുത്തിപ്പൊട്ടിക്കുന്ന പരിപാടി ജഡ്ജി കുത്തിപ്പൊട്ടിച്ചു. ഈ ആനി ജോൺ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് അവര് ഈ എഴുതിയ പേന അത് ഇങ്കോണ്ടുള്ള പേന, അതുകൊണ്ട് കുത്തിപ്പൊട്ടിച്ചു. നെക്ക് പറഞ്ഞ ശേഷം ഈ നെക്ക് പറഞ്ഞ ഉടൻ തന്നെ കോടതി പിരിഞ്ഞോ? എങ്ങനെയാണ് അതിന്റെ സീൻ? എങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? കാരണം ഒരുത്തന്റെ ലൈഫിൽ വധശിക്ഷ കൊടുക്കുന്നു, ആ വധശിക്ഷ വിധിക്കുന്ന ആ രംഗം എങ്ങനെയാണ് ശരി? സെന്റൻസ് ആനി ജോൺ പറഞ്ഞ സെന്റൻസ് എന്താണ്? സെന്റൻസ് ഒന്ന് ചുരുക്കിയിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഇന്ന സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതി പിന്നെ അതീവ ക്രൂരമായ ഈ കൃത്യം ചെയ്തതായിട്ട്, കൊലപാതകം ചെയ്തതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രതിയെ പിന്നെ പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിക്കുന്നു, മരണം വരെ പിന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു എന്ന് പറഞ്ഞ് പേന കുത്തി അപ്പോഴെ നേരെ എണീറ്റ് പോയി. ഈ സമയത്ത് ഇവന്റെ ഒരു അവസ്ഥ എന്താണ്? ഇവന്റെ ഒരു അവസ്ഥ നിസ്സംഗമായിട്ട് സാധാരണ രീതിയിൽ തന്നെ നിൽക്കുന്നത്, ഒരു പ്രതികരണമില്ല, ഒരു വേവലാതിയോ വെപ്രാളോ, നത്തിങ് എൽസ്. അവനെ തൂക്കി കൊന്നോ? അതറിയില്ല, അതിനെപ്പറ്റി കറക്റ്റ് ആക്കാതെ. ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരുന്നു, അപ്പീൽ ഡിസ്മിസ് ചെയ്തിരിക്കണം. അപ്പീൽ തള്ളുവാണ് കോടതി ചെയ്തത്. പിന്നെ ഫൈൻഡിങ്സ് കൺകറന്റ് ഫൈൻഡിങ്സ് ആവുന്നത്. അതിനുശേഷം മേലോട്ട് സുപ്രീം കോടതി എന്ന് വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പോവാം, കാരണം ഇപ്പോൾ ലീഗൽ സർവീസ് ആയിട്ട് അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന് സ്വന്തം ഇല്ലെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും, ഡെത്ത് അല്ലേ, പോയിട്ടുണ്ടാകാം. അപ്പൊ അതിനുള്ള സാധ്യതകളുണ്ട്. തൂക്കി കൊന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം അങ്ങനെയാണ്. കാര്യത്തിൽ പിന്നീട് ആനി ജോൺ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന സമയത്ത് ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തെ തീർത്തു എന്ന രീതിയിൽ പറഞ്ഞായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ടല്ലേ? അത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മൾ ഇടക്ക് ചിരിച്ചെങ്കിലും മനസ്സിന് ശരിക്കൊരു നൊമ്പരമാണ്, ഭീകരാണ്. കാരണം വളരെ പാവപ്പെട്ട സ്ത്രീകളാണ് കൊല്ലപ്പെട്ട 7 പേരും. അതും നമ്മുടെ ഈ തലശ്ശേരിയുടെ ഈ പൈതൃക നഗരിയുടെ ഭംഗിയുള്ള കടൽ തീരത്തെ ഒരു പാറയിൽ വെച്ച് 7 സ്ത്രീകളെ കൊല്ലുക. ഇന്ന് വിനോദസഞ്ചാരികൾ നടന്ന് അതും അതിന്റെ രസം എന്ന് വെച്ചാൽ കാസർഗോഡ് ഏതോ ഒരു ഭാഗത്തുള്ള ഒരാള് ഇത്രയും റിമോട്ടായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തുക, ആ സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കുക, അതെന്ന് വെച്ചാൽ പോലീസിന്റെ മറ്റു നമ്മുടെ സംവിധാനങ്ങളൊന്നും ശ്രദ്ധയിൽ വരാതിരിക്കുക. സാധാരണ ഫിഷർമാനോ അങ്ങനത്തെ ആളുകളൊക്കെ ഒന്ന് കാണൂല അങ്ങനെ എന്തെങ്കിലും. പക്ഷെ അത്തരം ആരും ശ്രദ്ധയിൽ അങ്ങനെ ആ ഒരു സ്ഥലം ശ്രദ്ധിക്കപ്പെട്ടില്ല. 7 കൊലപാതകം നടക്കുന്നത് വരെ ആരും ഇത് കണ്ടിട്ടില്ല, ഒരാളും കണ്ടില്ല. അതാണ് ഫിഷർമാൻ, ഈ മീൻ പിടിക്കാൻ പോകുന്നവരോ അല്ലെ ആരും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതിന്റെ അതിശയം. ജഡ്ജി വേറെ എന്തെങ്കിലും കമന്റ് ഇതിനകത്ത് പറയുന്നുണ്ടോ? നിങ്ങളുടെ ഓർമ്മയിൽ ക്രൂരമാണ്, അല്ല അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പറയുന്നത് അത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും മാത്രമേ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ, അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനമായി ടച്ചിങ് ആയിട്ട് പറഞ്ഞ ഈ കുട്ടിയുടെ എവിഡൻസ് തന്നെയാണ്, മോന്റെ എവിഡൻസ്. അമ്മേനെ അവസാനമായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഇയാളാണ് എന്ന് ഞാൻ ജനലിനുള്ളിലൂടെ നോക്കിയപ്പോൾ അമ്മ ഇദ്ദേഹത്തിന്റെ കൂടെ പോകുന്ന ഇയാളുടെ കൂടെ. കാസർഗോഡ് ഇവന്റെ വീട് ശരിക്കും കുഗ്രാമത്തിലാണോ? കുറച്ച് ഗ്രാമമാണ്, റിമോട്ടായിട്ടുള്ള സ്ഥലത്താണ്. പ്രേക്ഷകരെ, നമ്മുടെ സമയം തീരുകയാണെന്ന് ആലോചിക്കേണ്ടത്, കാസർഗോഡ് കർണാടക ബോർഡറാണ്. അവിടുത്തെ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരു പയ്യൻ വളർന്നു വരുന്നു. അവൻ ബസ് ഒരു ലോറിയിലെ ക്ലീനർ പോകുന്നു, പിന്നെ അവൻ ആ ലോറിയിലെ ഡ്രൈവറായി മാറുന്നു. എന്നിട്ട് ഇങ്ങനെ കണ്ണൂർ ജില്ലയുടെ മലയോര ഗ്രാമങ്ങളിലെത്തുന്നു. അവിടുത്തെ കോറികൾ കേന്ദ്രീകരിച്ച് അവൻ ജോലി ചെയ്യുന്നു. നാട്ടിൽ വളരെ
സമ്മതനായ ഒരു നല്ല ഡ്രൈവറായി അവൻ മാറുന്നു. ആ നാട്ടിൽ നിന്ന് 7 സ്ത്രീകളെ അവൻ ചൂസ് ചെയ്ത് 5 വർഷത്തിനൊരു കൂട്ടിക്കൊണ്ടുവരുന്നു. മനോഹരമായ കടൽ തീരം, മനുഷ്യൻ എപ്പോഴും ആസ്വദിക്കാനിരിക്കുന്ന കടൽ തീരത്തെ അവന് ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടെത്തുന്നു. അവിടെ അവൻ ആഘോഷിക്കുന്നു. അങ്ങനെ 7 സ്ത്രീകളെയും അവൻ കൊലപ്പെടുത്തുന്നു, കടലിലെറിയുന്നു. ഒടുവിൽ ഒരു 4-ാം ക്ലാസ്സുകാരൻ്റെ കണ്ണുകളിൽ ആ ചിത്രം, അമ്മയെ കൂട്ടിക്കൊണ്ടുപോയ ആ റിപ്പർ നാസറിന്റെ ചിത്രം പതിക്കുന്നു. ഒടുവിൽ പോലീസ് അവനെ തേടിയെത്തുന്നു, പിടിക്കുന്നു. ഒരു മോഷണ കേസിൽ 16 വയസ്സുകാരന്റെ മാല കവർന്ന കേസിൽ പിടിയിലായി. തുടർന്ന് 7 കൊലപാതകങ്ങൾ, നീണ്ട 7 കൊലപാതകങ്ങൾ 5 വർഷത്തിനുള്ളിൽ നടന്നത് പോലീസ് കണ്ടെത്തുന്നു. അവനെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? വിധിയുടെ ചില ക്രൂരതകൾ എന്നേ പറയാൻ പറ്റും. ഒരാൾ പോലും, സരീഷ് പറഞ്ഞല്ലോ, ഒരാൾ പോലും കണ്ടില്ല. തലശ്ശേരിയുടെ നഗരത്തിന്റെ മുന്നിൽ ഒക്കെ ആളുകൾ സ്ഥിരം വന്ന് ഫോട്ടോ എടുക്കുന്ന ആളുകൾ കാറ്റുകൊള്ളാനിരിക്കുന്ന പ്രദേശമാണ്. അവരാരും കണ്ടില്ല. വിധിയുടെ വലിയ ക്രൂരതയായിട്ടാണ് ഇതിനെ കാണുന്നത്. പ്രേക്ഷകർക്ക് പഠിക്കാൻ ഇത്തരം 1/4 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു കൊലപാതക പരമ്പരയാണ് ചാർജ് ഷീറ്റ് ഇത്തവണ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. പ്രേക്ഷകർക്കും ഒപ്പം സരീഷിനും നന്ദി, നമസ്കാരം.